നമസ്കാരം. ഇന്നത്തെ പ്രഭാതം നമുക്ക് അനുഗ്രഹിച്ച് നൽകിയ സർവേശ്വരനോട് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. എൻ്റെ പേര് സുബൈർ. എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലാണ് താമസിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അധികം ആരോടും അങ്ങനെ സംസാരിക്കാത്ത ഒരു പ്രകൃതമായിരുന്നു എൻ്റേത്. ഇപ്പൊ കുറച്ചൊക്കെ എനിക്ക് സംസാരിക്കാൻ എന്നെ പ്രാപ്തനാക്കിയത് എൻ്റെ പ്രിയപ്പെട്ട ലീഡേഴ്സ് ആണ്. അതിനുള്ള ധൈര്യവും ആത്മവിശ്വാസവും എനിക്ക് തന്നത് എൻ്റെ ഗ്രേറ്റ് ലീഡർ യൂനുസ് സാറാണ്. സാറിനെ നന്ദിയോടെ ഞാൻ പ്രത്യേകം ഓർക്കുന്നു. POP പ്രോഗ്രാമുകളും സൂം പ്രോഗ്രാമുകളും ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. അതിലൂടെ എനിക്ക് ലഭിക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഇന്നത്തെ മീറ്റിംഗിൽ MC ആകാൻ സാധിക്കുന്നതിൽ വളരെയധികം ഞാൻ സന്തോഷിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് വേണ്ടി സംസാരിക്കാനെത്തുന്നത് നമ്മുടെ പ്രിയങ്കരനായ ലീഡർ അഭിലാഷ് സാറാണ്. നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട എല്ലാവരോടും സ്നേഹത്തോടും പെരുമാറുകയും ഓരോരുത്തരെയും സ്നേഹത്തോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ദീർഘവീക്ഷണമുള്ള നമ്മുടെ ലീഡർ അഭിലാഷ് സാർ. നെറ്റ്വർക്ക് മേഖലയിൽ 35 ലക്ഷം രൂപയോളം വരുമാനം നേടിയ അഭിലാഷ് സാറിനെ ഡ്യൂട്ടി ഓഫ് ന്യൂ ഡിസ്ട്രിബ്യൂട്ടർ, എന്താണ് ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടറുടെ ജോലി എന്നൊരു പുതിയ വിഷയവുമായിട്ടാണ് അദ്ദേഹം നമ്മളോട് മുമ്പിൽ എത്തുന്നത്. ആ വിഷയം സംസാരിക്കുന്നതിനായി വളരെ ആദരപൂർവ്വം സ്നേഹത്തോടെ ബഹുമാനത്തോടെ അഭിലാഷ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം അഭിലാഷ് സാർ. താങ്ക് യു സുബർ. വളരെയധികം നമസ്കാരം. നന്ദി. എന്തായാലും വളരെ മനോഹരമായി നമ്മുടെ പ്രിയപ്പെട്ട ഇടം പരിചയപ്പെടുത്തി. ഓഡിയബിൾ അല്ലേ? ഓക്കെയാണ് സാർ. അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവർക്കും വണ്ടർഫുൾ ഗുഡ് മോർണിംഗ് ടു ഓൾ. കേരളത്തിൽ അതിതീവ്ര മഴയാണ് എല്ലായിടത്തും പെയ്തുകൊണ്ടിരിക്കുന്നത്. പല ജില്ലകൾക്കും ഇന്ന് അവധിയൊക്കെ ആണ്, സ്കൂളുകൾക്കൊക്കെ. ഇന്നലെ തുടങ്ങി നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ആളുകൾ കയറുന്നതിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട്. ഇന്നലെ നമ്മുടെ കമ്പനി പ്രോഗ്രാമിലും അത്തരം ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എനിവേ, ഇന്ന് ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ കയറിയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാ ദിവസവും ഈ ഒരു പ്രോഗ്രാം വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ നടത്തിക്കൊണ്ടു പോവുകയാണ്. ഇവിടെ കാറ്റോ മഴയോ മറ്റ് സാഹചര്യങ്ങളോ ഒന്നും നമുക്ക് പ്രശ്നമല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ഇതിന്റെ സക്സസ് എന്ന് പറയുന്നത് ഇതിന്റെ പങ്കാളിത്തമാണ്. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയിട്ട് നമ്മൾ ഈ ഒരു മോർണിംഗ് മീറ്റിങ്ങിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡെയിലി റൊട്ടീനിൽ പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ പല സമയത്തും ഈ ഒരു പ്രോഗ്രാം വളരെ വൈകി വന്ന് കിടന്നാൽ പോലും രാവിലെ ഒരു 5:30 മണി സമയത്ത് ഓണാകുകയും നമ്മൾ സ്വയം ഓണാകുകയാണ്. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ്. എന്തായാലും എല്ലാ ദിവസവും തന്നെ ഈ ഒരു പ്രോഗ്രാം നമ്മൾ അതുമായി ബന്ധപ്പെട്ട് അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരും എത്തിയിട്ടുണ്ട്. എന്തായാലും അതിന്റെ സക്സസ് തീരുമാനിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ എല്ലാവരെയും ഞാൻ ഈ ഒരു സമയത്ത് അഭിനന്ദിക്കുകയാണ്. പുതിയ ഒരുപാട് ആളുകളുണ്ട്. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്നെ പരിചയപ്പെടുത്തിയതാണ്. പേര് അഭിലാഷ് എന്നാണ്. എറണാകുളം ജില്ലയിൽ കുമ്പളയിൽ താമസിക്കുന്നു. കഴിഞ്ഞ 2.5 വർഷക്കാലമായിട്ട് അതിശക്തമായിട്ട് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. പ്രിയപ്പെട്ട സുഹൃത്തും ജ്യേഷ്ഠ സഹോദരനുമായിട്ടുള്ള സുധി നെട്ടൂർ, അദ്ദേഹത്തെ ഒരുപാട് ആളുകൾ അറിയുന്ന ആളുകളുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പാർട്ണർഷിപ്പിലാണ് ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഈ ഒരു സമയത്തിനുള്ളിൽ സുബൈർക്ക് സൂചിപ്പിച്ചതുപോലെ ഏകദേശം 35 ലക്ഷം രൂപയോളം ഇതിലൂടെ വരുമാനമായിട്ട് ലഭിച്ചു. എനിക്ക് മാത്രമല്ല വരുമാനം ലഭിച്ചത്, കൂടെ നിന്ന് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും ലക്ഷക്കണക്കിന് രൂപ വരുമാനം കിട്ടിയ സമയത്താണ് ഞങ്ങൾക്കും ആ വരുമാനം കിട്ടിയിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നമുക്ക് വിജയിക്കാൻ വേണ്ടി കഴിയുന്നത്. നമ്മൾ ഓരോരുത്തരും ഈ ബിസിനസിന്റെ പാർട്ടായിട്ട് മാറുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരുപാട് മനുഷ്യർ നമ്മുടെ കൂടെ കടന്നു വരും. അത്തരം മനുഷ്യരെ സുബൈർക്ക് പറഞ്ഞതുപോലെ നമ്മൾ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് സക്സസ് ഉണ്ടാകുന്നത്.
നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലെ മാത്രം ഒരു പ്രത്യേകത അത് തന്നെയാണ്. ഒരു ടീമിലൂടെ മാത്രമേ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഒറ്റക്ക് ഇൻഡിവിജ്വലായിട്ട് പ്രവർത്തിച്ചാൽ നമുക്ക് സാധാരണ ഒരു ജോലിക്കാരനെ പോലെ ഒരു നെറ്റ്വർക്ക് തൊഴിലാളിയായിട്ട് നമുക്ക് മാറാൻ വേണ്ടി കഴിയും. അത് ചെറിയ വരുമാനമൊക്കെ നമുക്ക് കിട്ടും. നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ പ്രൊഡക്റ്റ് കൊണ്ടേ കൊടുക്കാം, കുറച്ച് വരുമാനമൊക്കെ മേടിക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ പ്രവൃത്തി അവിടെ അവസാനിച്ചു. മറിച്ച് ഒരു ടീമിനെ ബിൽഡ് ചെയ്യുന്ന ആളുകൾക്കാണ് നമുക്ക് വലിയ വരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെ എങ്ങനെ ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി കഴിയും എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിരന്തരം ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഓരോരുത്തരും കയറുന്നത്. ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും വ്യത്യസ്തമായ രീതിയിൽ പല ആളുകളും പറയുന്നുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ് സംഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബിസിനസ്സിൽ വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോരോ ടിപ്പുകളാണ്, ഓരോരോ മനുഷ്യന്റെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്യപ്പെടുന്നത്. ആ ഷെയർ ചെയ്യപ്പെടുന്ന എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അത് കൃത്യമായ രീതിയിൽ അത് നിങ്ങൾ എഴുതി വെക്കുകയും അത് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്താൽ അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മളൊരു കാര്യം മനസ്സിലാക്കി വെച്ചത് കൊണ്ട് മാത്രം അതിൽ നമ്മൾ സക്സസ് ആവണമെന്നില്ല. അത് പ്രയോഗിക്കുമ്പോഴാണ് നമുക്ക് സക്സസിലേക്ക് എത്താൻ വേണ്ടി കഴിയുന്നത്. ഇവിടെ ഓരോ ആളുകളും അത്തരം പ്രയോഗത്തിലാണ് പലപ്പോഴും വീഴ്ചകൾ സംഭവിക്കുന്നത്. നമ്മൾ ഈ വൈറ്റോറിയം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇൻഫർമേഷൻ കിട്ടാനായിട്ട് ഇത്തരം ഒരുപാട് മീറ്റിങ്ങുകൾ നമുക്ക് ഉപകാരപ്പെടും. അതോടൊപ്പം തന്നെ നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഒരുപാട് നമുക്ക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതെല്ലാം നമുക്ക് ഇൻഫർമേഷൻസുകൾ മാത്രമാണ്. പക്ഷേ അത് പ്രയോഗിക്കുമ്പോഴാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കണം. നമ്മുടെ ഈ ബിസിനസ്സിനുമായി ബന്ധപ്പെട്ട് നമ്മളെപ്പോഴും നമ്മുടെ ഒരു സക്സസ് ആയിട്ടുള്ള ആളുകളെ എടുത്ത് നോക്കിയാൽ ഒരു 5 AM ക്ലബ് എന്ന് പറയുന്ന ഒരു, അത് യൂട്യൂബ് ചാനലിലൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ പല കാര്യങ്ങൾ കാണാൻ വേണ്ടി കഴിയും. 5 AM എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സക്സസ് ആയ ആരെ എടുത്ത് നോക്കിയാലും അവരെല്ലാം വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ ആളുകളായിരുന്നു എന്നതാണ്. അങ്ങനെ വെളുപ്പിന് എഴുന്നേൽക്കാൻ ശീലിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ക്രിയേറ്റിവിറ്റി നമുക്ക് കൃത്യമായിട്ടുള്ള രീതിയിലേക്കുള്ള ആ ഒരു ക്രിയേറ്റിവിറ്റി വരുന്നു എന്നുള്ളതാണ്. ഇത് ഞാൻ കുറെ കാലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. നമ്മൾ എപ്പോഴും പറയുന്നു, നമുക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ പല ആളുകൾ ഇപ്പോ 4 മണിക്ക് എഴുന്നേൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സലീമിക്കയൊക്കെ പോലെയുള്ള ഒരുപാട് ആൾക്കാർ നമുക്കുണ്ട്. അത്തരം ആളുകൾ അത് ജീവിതത്തിന്റെ ഭാഗമാക്കിയിട്ട് മാറ്റിയിട്ടുള്ള ആളുകളാണ്. നമ്മൾ സക്സസ് ആകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ ഇപ്പൊ പല ആളുകളും 8 മണിക്കും 9 മണിക്കും ഒക്കെ എഴുന്നേറ്റിരുന്ന ആളുകൾ ഇന്നിപ്പോ 6 മണിക്കത്തെ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 6 മണിക്ക് നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആളുകൾ 5:55 എഴുന്നേക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അതിന് എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. കാരണം ഈ പ്രോഗ്രാമിൽ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് വന്നതുകൊണ്ട് നമ്മൾ ആ വെളുപ്പിന് എഴുന്നേൽക്കാൻ ശീലിച്ചു. കുറച്ച് 1 മണിക്കൂർ മുന്നേ നമുക്ക് എഴുന്നേൽക്കാൻ വേണ്ടി കഴിഞ്ഞാൽ ഈ ഒരു സമയത്താണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മൾ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അത്തരം ശീലങ്ങൾ തുടരുമ്പോൾ പലപ്പോഴും നമ്മുടെ സക്സസ് റേഷ്യോ പെട്ടെന്ന് കൂടുന്നതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് രാവിലെ എഴുന്നേൽക്കുക. ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകതയുണ്ട്. രാമായണ മാസത്തിന്റെ ആദ്യ ആ ഒരു ദിവസമാണ് 1-ാം തീയതി. അങ്ങനെ തന്നെയല്ലേ പറയാ? അങ്ങനെ തന്നെയാണ് പറയണത്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരു ആശംസകളൊക്കെ അറിയിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ഒരു ദിവസം നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടീസ് ഓഫ് എ ന്യൂ ഡിസ്ട്രിബ്യൂട്ടർ എന്നാണ് പറഞ്ഞത്. അതായത് ഒരു പുതിയ ഇതിനകത്ത് ഈ അഡ്മിറ്റ് ചെയ്യാനായിട്ട് ഒരു സെക്കൻഡ് ഇടാം. നമ്മുടെ പോയിന്റിലേക്ക് വരികയാണ്. നമുക്ക് പുതിയ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ചെയ്യരുതാത്ത കാര്യങ്ങളുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും ഇത് ഞാൻ നോർമലി നമ്മുടെ ഡ്യൂട്ടീസ് നമ്മൾ പ്രോഗ്രാമുകളിലും ട്രെയിനിങ്ങുകളിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയാം. അങ്ങനെ നമ്മുടെ കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്, 8 ഡ്യൂട്ടീസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളതാണ്. അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ട് നമ്മൾ കുറച്ച് പ്രാക്ടിക്കൽ സൈഡിനെ കുറിച്ചാണ് നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോ നമ്മൾ പൊതുവിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അതിൽ നമുക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നമുക്ക് എല്ലാവർക്കും തരുന്നുണ്ട് കേട്ടാ. നമ്മുടെ അതായത് മെയിൻ ആയിട്ട് നമുക്ക് സംഭവിക്കുന്ന കാര്യം, ഇപ്പൊ ഇന്നലെയും മിനിഞ്ഞാന്നുമായി കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ ഈ ബിസിനസ് ആരംഭിച്ചിട്ടുള്ള ആളുകളുണ്ട്. ഞാനും ചെയ്തിരുന്ന കാര്യങ്ങളാണ്. ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ആണ് ഞാൻ ഓർമ്മപ്പെടുന്നത്. നമുക്ക് ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റിനെ ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ പല ആളുകളും വന്നിട്ടുള്ളത്. പ്രൊജക്റ്റിനെ ഇഷ്ടപ്പെട്ടു വന്നിട്ടുള്ള ആളുകളുണ്ട്. ഞാൻ ഈ പ്രൊജക്റ്റ് ഇഷ്ടപ്പെട്ടു വന്ന ആളാണ്.
അങ്ങനെ പ്രൊജക്ട് ഇഷ്ടപ്പെട്ടു വന്നിട്ടുള്ള എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ? ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ കമന്റ് ബോക്സിലായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു വന്നതാണെന്നെങ്കിൽ പ്രോഡക്റ്റ് എന്ന് എഴുതുക, അല്ലെങ്കിൽ പ്രോജക്റ്റ് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ അറിയുന്ന ആളുകളും, അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇപ്പൊ എല്ലാവർക്കും അറിയുന്നതാണ് പ്രൊഡക്റ്റ് ആണോ നമ്മുടെ പ്രൊജക്റ്റ് ആണോ ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്നല്ല. പ്രൊജക്റ്റ് ഇഷ്ടപ്പെട്ടു വന്നിട്ടുള്ളതാണ് ഷാരി, പ്രൊജക്റ്റ് ഇഷ്ടപ്പെട്ടു വന്നിട്ടുള്ളതാണ്. പ്രൊഡക്റ്റ് ആണ് ഇഷ്ടപ്പെട്ടത്, പ്രൊജക്റ്റ് ആണ് ഇഷ്ടപ്പെട്ടത്, പ്രൊഡക്റ്റ് ആണ്, പ്രൊഡക്റ്റ് ആണ്, പ്രൊഡക്റ്റ് ആണ്. പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട ആളുകളുണ്ട്. പ്രൊഡക്റ്റും പ്രൊജക്റ്റും ഒരേപോലെ തന്നെയാണ്. ആദ്യം പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു, പിന്നീട് പ്രൊജക്റ്റ് ഇഷ്ടപ്പെട്ടു, അങ്ങനെ. യെസ് യെസ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് 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 മറുപടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടതാണ്, പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടതാണ്. യെസ്, പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടതാണ്, പ്രൊജക്റ്റ് ഇഷ്ടപ്പെട്ടതാണ്. അപ്പൊ ഇതിപ്പോ പ്രൊഡക്റ്റ് ആണോ പ്രൊജക്റ്റ് ആണോ ഏറ്റവും കൂടുതൽ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഏകദേശം രണ്ടും ഈക്വൽ ആയിട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടതാണ്. യെസ് യെസ്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു പോയിന്റ്. യെസ്, താങ്ക് യു താങ്ക് യു താങ്ക് യു. രണ്ടും ഇഷ്ടപ്പെട്ടത്. ഓക്കെ, താങ്ക് യു. എല്ലാവരും ലൈവായിട്ടുണ്ട്. എല്ലാവരെയും കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. കൺഗ്രാജുലേഷൻസ്. കാരണം ലൈവില് നിൽക്കുന്ന ആളുകളാണ് നമ്മൾ. ഈ ബിസിനസ്സിന് അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടും ഇഷ്ടപ്പെട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ രണ്ട് രീതിയിലാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. ഒന്ന്, നമ്മൾ പ്രൊഡക്റ്റ് കണ്ടിട്ട് ഈ ബിസിനസ്സിലേക്ക് വരുന്ന ആളുകളുണ്ട്, പ്രൊജക്റ്റ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വരുന്ന ആളുകളുണ്ട്. ഭൂരിഭാഗം ആളുകളും ആ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ ബിസിനസ്സിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. നമ്മളപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രൊഡക്റ്റ് ആണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളതെങ്കിൽ നമ്മുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റിയ ആളുകളെയാണ് നമ്മൾ എല്ലാവരും ഫോക്കസ് ചെയ്യാറുള്ളത്. ശരിയല്ലേ? ശരിയാണെങ്കിൽ നിങ്ങളുടെ ഒരു തമ്പ് രേഖപ്പെടുത്തിയാൽ നല്ലത് അല്ലെ? പ്രൊഡക്റ്റ് നമ്മൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തും. യെസ് 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 യെസ്, താങ്ക് യു. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ നോർമലി നമ്മൾ പല ആളുകളും തുടക്ക സമയത്ത് തന്നെ ഇനാക്റ്റീവ് ആയി പോകുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മളെപ്പോഴും നമ്മുടെ ഒരു ചിന്തകൾ ഇങ്ങനെയാ വരുന്നത്. നമ്മൾ തിരിഞ്ഞു നോക്കരുത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പിറകിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറയും, എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കാറുള്ളത്. ശരിയല്ലേ? ഇത് ശരിയല്ലേ? എല്ലാവരും ചോദിക്കാറില്ല അങ്ങനെ, എന്താ അങ്ങനെ പറഞ്ഞതെന്ന് തിരിഞ്ഞു നോക്കിയിട്ടേ നമ്മൾ ചോദിക്കാറുള്ളൂ. എല്ലാവരുടെയും പൊതു സ്വഭാവം അതാണ് അല്ലെ? നമ്മൾ എന്ത് ചെയ്യും? തിരിഞ്ഞു നോക്കും, എന്നിട്ട് ചോദിക്കും എന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കും. ഇതേ അവസ്ഥകളാണ് നമ്മൾ ഇതിലേക്ക് ബയോട്ടോറിയത്തിൽ വന്ന ആളുകൾ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആമേ റൈറ്റ് ഓർ റോങ്? പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. തീയില് പിടിച്ചാല് പൊള്ളും എന്ന് നമ്മൾ ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങളോട് നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ അവര് തീയിൽ കയറി പിടിച്ചിട്ടാണ് കൈ പൊള്ളി കഴിഞ്ഞിട്ട് പിന്നീട് തീ കാണുമ്പോ അതിന്റെ 7 അയലത്ത് പോലും പിന്നെ ആ കുഞ്ഞുങ്ങള് വരില്ല. നമ്മുടെ കുഞ്ഞു പ്രായത്തിൽ ആ ഒരു രീതിയിലാണ്. പക്ഷെ ബയോട്ടോറിയത്തിൽ വരുമ്പോ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതാണ്. പൊള്ളും എന്ന് പറഞ്ഞാൽ പോലും കയറി പിടിക്കും, എന്നിട്ട് പൊള്ളിയതിന് ശേഷം വീണ്ടും കയറി പിടിക്കും. ഇതാണ് പൊതുവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പല ആളുകളും ബയോട്ടോറിയത്തിൽ സക്സസ് ആവാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നമ്മൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രൊജക്റ്റിനെ കുറിച്ചോ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചോ നേരിട്ട് അല്ലെ നമ്മൾ ഒറ്റക്ക് പോയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞ പല ലീഡേഴ്സ് ആയ സമയത്ത് ഇത് പറയാൻ എക്സ്പീരിയൻസ് ആകുന്നത് വരെ ഒരു അടിവരയിട്ട് പറയുന്ന കാര്യമാണ്. നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യത്തിന്റെ പൂർണ്ണത നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ എന്ത് ചെയ്യും? ആ പറയുന്നതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം അടർത്തിയെടുത്തിട്ട് നമ്മൾ അത് പോക്കറ്റിലിട്ട് അതുമായിട്ടായിരിക്കും നമ്മൾ നടക്കുന്നത്. ശരിയല്ലേ? അപ്പൊ നമ്മൾ ഈ പറയുന്ന പോയിന്റ് ഇതാണ്. ഇതിനെ കുറിച്ച് പൂർണ്ണമായി പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത് വരെ നമ്മൾ നേരിട്ട് ഈ ബിസിനസിനെ കുറിച്ചോ പ്രൊഡക്റ്റിനെ കുറിച്ചോ ആരോടും സംസാരിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ നമ്മുടെ ഒരു ഡ്യൂട്ടി എന്നുള്ളത്. നമ്മൾ പല ആളുകളും ചെയ്യുന്നത് അതാണ്. നമുക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? അപ്പുറത്തെ ആളോട് പറയും നമ്മുടെ അസുഖം അപ്പൊ തന്നെ മാറിപ്പോയി. ആളുകൾ ധരിക്കുന്നത് എന്താണെന്നറിയാമോ? പൊതുവെ ഈ ബയോട്ടോറിയത്തെ കുറിച്ചുള്ള മാർക്കറ്റിലുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്ട് നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കുകയാണ്.
എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഈ പ്രോഡക്റ്റ് ഒരു ദൈവികമായ പ്രൊഡക്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്നലെ സംസാരിച്ച നമ്മുടെ പ്രിയപ്പെട്ട ലീഡറും അതിനു മുന്നേ സംസാരിച്ചവരും എല്ലാ ദിവസവും നമ്മൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക അല്ലെ? പ്രൊഡക്റ്റ് ഒരിക്കലും ആളുകളെ കൊണ്ടുവരില്ല. ഒരു പോയിന്റ് കണ്ട, പ്രൊഡക്റ്റ് ഒരിക്കലും പോയിട്ട് ഒരു പുതിയ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ കൊണ്ടുവരില്ല. നമ്മളാണ് ഓരോ ഡിസ്ട്രിബ്യൂട്ടറെ കൊണ്ടുവരുന്നത്. പ്രൊഡക്റ്റ് നമ്മളുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വ്യക്തികളിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കാൻ വേണ്ടി കഴിയും. ശരിയല്ലേ? ഞാൻ പറഞ്ഞ പോയിന്റ് വ്യക്തമായെന്ന് കരുതുന്നു. നമ്മുടെ പ്രൊഡക്റ്റ് പോയിട്ടല്ല ആളെ കൂട്ടിക്കൊണ്ടുവരുന്നത് ഈ ബിസിനസ്സിലേക്ക്. ഒരു ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ടുവരുന്നത്. പ്രൊഡക്റ്റ് അല്ല പോയിട്ട് ചെയ്യുന്നത്, മറിച്ച് നമ്മളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രൊഡക്റ്റിന് വാല്യൂ ഇല്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പ്രൊഡക്റ്റിനും പ്രൊജക്റ്റിനും ഒരേ മൂല്യം തന്നെയാണുള്ളത്. നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിനകത്ത് സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന് പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റും, ലക്ഷക്കണക്കിന് മനുഷ്യരിലേക്ക് എത്തിക്കാൻ പറ്റും. ഞാൻ ഏകദേശം 86 വ്യക്തികളിലേക്ക് ഡയറക്റ്റ് ഈ പ്രൊഡക്റ്റ് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ ആളുകളും ഡയറക്റ്റ് ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി കഴിയും. പക്ഷെ എത്തിക്കുന്നതിന് ചില 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 കാര്യങ്ങളുണ്ട്. പല ആളുകൾക്കും ഒരു പ്രൊഡക്റ്റ് പോലും ഒരാൾക്ക് കൊടുക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ നമ്മൾ ഈ ഗ്രൂപ്പിൽ കാണാറുണ്ട്. നമ്മുടെ ടീമിൽ തന്നെ ചില ആളുകൾ എനിക്ക് ആരോടും ബന്ധമില്ല. പലപ്പോഴും പറയുന്ന നമ്മൾ മരിച്ചു കിടന്നാൽ നമ്മുടെ ആ ബോഡി എടുത്തുകൊണ്ട് വരാൻ മിനിമം 4 വ്യക്തികൾ വേണ്ടി വരുമെന്നതാണ് അല്ലെ? 4 വ്യക്തികൾ 4 സൈഡിൽ പിടിച്ചാലാണ് നമ്മളൊന്ന് എടുത്ത് അപ്പുറത്തേക്ക് മാറ്റി കിടത്താൻ പറ്റില്ല. എന്റെ കിടത്തണമെങ്കിൽ 5-8 പേര് വേണം, നമ്മൾ ആ സൈസ് അനുസരിച്ചിട്ട്. അപ്പൊ ഓരോ ആളുകളുടെയും ഇതിനനുസരിച്ച് മിനിമം 4 പേര് എന്തായാലും വേണ്ടിവരും എന്നുള്ളതാണ്. അപ്പോ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ കെയർ ഓഫിൽ ഒരുപാട് ആളുകൾ മാർക്കറ്റിലുണ്ട്, നമ്മുടെ പുറത്തുണ്ട്, നമ്മുടെ വേണ്ടപ്പെട്ടവരായിട്ടുണ്ട്. പക്ഷെ അവരിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റാതെ തുടക്കത്തിലേ മരണപ്പെടുന്ന ആളുകളാണ് അല്ലെ? തുടക്കത്തിലെ, അതായത് ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് നാളെ ചോദിക്കുമ്പോൾ ഇന്ന് വലിയ ആവേശമാണ് അല്ലെ? ഇന്ന് ബിസിനസ് ആരംഭിച്ചിട്ട് നാളെ നോക്കുമ്പോ ഞാൻ ഈ ജാക്കി ചാന്റെ സിനിമ കണ്ടിട്ട് വരുന്നത് പോലെയാണ്. ആ കണ്ടിറങ്ങി വരുമ്പോ ഭയങ്കര ആവേശമാണ്. മുമ്പിൽ ഒരാൾ നിന്നാൽ അപ്പ കൊല്ലും എന്നുള്ള രീതിയിലാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിന്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. നമ്മുടെ ഇന്നലെ പ്രോഗ്രാം, എറണാകുളത്ത് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട കോട്ടയത്തുള്ള നമ്മുടെ മാഡത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ, അത് ടച്ചിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. മാഡത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി, സോറി. മാഡം ഇപ്പൊ രാവിലെ ഉണ്ടായിരുന്നു, എന്തായിരുന്നു ചേച്ചി പേരെന്തായിരുന്നു? മ്യൂട്ടായിരുന്നല്ലേ? യെസ്. എന്തായാലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഓരോ പ്രോഗ്രാം കഴിയുന്തോറും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ രമണി മാഡം, ഓക്കെ താങ്ക് യു. അപ്പൊ രമണി മാഡം വന്നിട്ട് എക്സ്പീരിയൻസ്, മാഡത്തിന്റെ 2 മക്കളും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇന്നലെ മാഡം പറഞ്ഞ, ഞാൻ മാഡത്തുമായിട്ട് ബസ് സ്റ്റോപ്പിൽ ഒന്ന് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടിയിൽ കുറച്ചു നേരം മാഡം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞത് മക്കള് ആരോഗ്യ ഒരാള് ഡോക്ടറാണ്, മറ്റൊരാള് നേഴ്സിംഗ് ആ ഒരു രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അസുഖങ്ങൾ പിടിപെട്ട സമയത്ത് പറഞ്ഞത് മരണത്തിന് വേണ്ടി തയ്യാറായിക്കോളൂ എന്നുള്ളതാണ്. അതായത് സ്നേഹപൂർവ്വം പങ്കുവെക്കുന്നതല്ലാണ്ട് മരിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല. പക്ഷെ മരണത്തിന് തയ്യാറായിക്കോളൂ, കുറച്ച് വയസ്സായില്ലേ, നിങ്ങൾക്ക് അസുഖങ്ങളാണ്, ഇനി അങ്ങോട്ട് ആരോഗ്യം അത്ര അങ്ങനെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല എന്നുള്ള നിലക്ക് മെഡിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പോലും പറയുന്നതാണ്. പലപ്പോഴും അതല്ലാതെ സാധാരണ നമ്മുടെയൊക്കെ സാധാരണ വീട്ടിലുള്ള ആളുകളും ഇതേ അവസ്ഥകൾ തന്നെയാണ്. അസുഖങ്ങൾ പിടിപെട്ട് കഴിഞ്ഞാൽ ഒരു വയസ്സെത്തി കഴിഞ്ഞാൽ മനസ്സിൽ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇനി വേറെ ചികിത്സിച്ചിട്ടൊന്നും കാര്യമില്ല, നമ്മളൊക്കെ ആ ഒരു ഇതിലേക്ക് പോകാനായിട്ട് മാനസികമായിട്ട് തയ്യാറാക്കിക്കൊള്ളുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ ഇവിടെയാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ മിറക്കിൾ സംഭവിച്ചിട്ടുള്ളത്. നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു അത്തരം രീതിയിലുള്ള ഒരു ഹീലിംഗ് ആണ് നമ്മുടെ ഈ പ്രൊഡക്റ്റിന് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ആ ഒരു രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ട് പോലും ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ബയോട്ടോറിയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ന്യൂനത. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ അടിസ്ഥാനപരമായ കാര്യം ഇതാണ്. നമുക്ക് ഇന്ന് നല്ല ഉറക്കം കിട്ടി, നാളെ രാവിലെ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളെ വിളിച്ചു പറയാണ്, ഇങ്ങനെ ഒരു ബെഡ് കിട്ടിയിട്ടുണ്ട്, ധൈര്യമായിട്ട് മേടിച്ചോ, ഞാനിത് ഉപയോഗിച്ച് അപ്പൊ ഞാൻ നല്ല രീതിയിൽ ഉറങ്ങി. അവർ കേൾക്കുമ്പോ പറയാം, കൊള്ളാം ഞാൻ കേട്ടിട്ടുണ്ട്, ഷാജിക്ക ശരിയല്ലേ? ഇങ്ങനെയല്ലേ നമുക്ക് പല ആളുകളുടെയും പുതിയ ആളുകളുടെ റെസ്പോൺസ് ഇതേ രീതിയിലല്ലേ? പിറ്റേ ദിവസം തന്നെ അവർക്ക് വേണ്ടപ്പെട്ട ഒരു 5-10 വ്യക്തികളെ ഇവര് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും.
നമ്മൾ ചെയ്യരുത് പറയരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ അഡ്മിറ്റ് ചെയ്യുകയും പിറ്റേ ദിവസം അങ്ങനെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം സെയിൽസ് കിട്ടാനുള്ള റേഷ്യോ കുറഞ്ഞു വരും. ഗ്രാജുവലി ഒരു 10 ദിവസം കഴിയുമ്പോൾ വേണ്ടപ്പെട്ട എല്ലാവരെയും പറഞ്ഞ് കുളമാക്കിയിട്ടുണ്ടാവും. ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കണമെന്ന് നമ്മൾ അത്ര കണ്ട് ആഗ്രഹിക്കുന്ന പല ആളുകളും നമ്മുടെ ഫാമിലിയിൽപ്പെട്ട ആളുകൾ പോലും വാങ്ങിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കും. അതിന്റെ കാരണം ഇതിനെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ ലീഡേഴ്സ് ഒരുപാടുണ്ട്, അല്ലെ? ഈ ബിസിനസ്സിൽ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അത്തരം ലീഡേഴ്സിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത്. അത്തരം ലീഡേഴ്സിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം. നമുക്ക് ചിലപ്പോ നമ്മുടെ ലീഡർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരും, അല്ലെ? ആ ലീഡർ സപ്പോർട്ട് ചെയ്യാൻ വരുന്നത് ഒരിക്കലും ഒരു ഔദാര്യമല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ആലോചിക്കുമ്പോൾ ഈ ഒരു ലീഡർ വരുന്നത് അദ്ദേഹം അവിടെ നിന്ന് വന്ന് ഇവിടെ വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും അദ്ദേഹം ചിന്തിക്കുന്നത്? ഒന്നും ചിന്തിക്കില്ല, സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് ഈ ബിസിനസിന്റെ ഒരു പ്രത്യേകത. കാരണം അത്രയും വരുമാനം ഈ കമ്പനി കൊടുക്കുന്നുണ്ട്. ഒരു പെയർ കംപ്ലീറ്റ് ചെയ്ത് എത്ര കിട്ടും നമുക്ക്? ഫാമിലി ബോണസ് എത്ര കിട്ടാ? 6820 രൂപ നമുക്ക് കിട്ടും. 100 PV ബിസിനസ് ക്ലോസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ്. അപ്പൊ അത്രയും വരുമാനം നമുക്ക് തരുന്നത് എന്തിനാ? നമുക്ക് ഈ ബിസിനസ്സിൽ ആക്റ്റീവായിട്ട് ഏത് സ്ഥലത്ത് പോകാനായിട്ടും എങ്ങനെ വർക്ക് ചെയ്താലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും സഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പേയ്മെന്റ് നമ്മുടെ കമ്പനി തരുന്നുണ്ട്. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ലീഡർ ഒരിക്കലും ഔദാര്യം ചെയ്യുന്നതായിട്ട് ലീഡറിനും തോന്നാൻ പാടില്ല കേട്ടാ. ഇവിടെ പലപ്പോഴും ലീഡേഴ്സിന്റെ ഒരു ഇതുണ്ട്, ഞാൻ അവിടെ വന്നില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഭൂരിഭാഗം ആളുകളും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് അവരെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യമേ ചെയ്യേണ്ടത്. ഞാൻ ഇതിൽ ഒരുപാട് തിയറി ഒന്നും പറയുന്നില്ല, നോർമൽ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതൊന്നുകൂടി ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം എന്നുള്ളത്. അത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എനിവേ, നമ്മൾ ആ രീതിയിൽ നമ്മുടെ ലീഡറിന്റെ സപ്പോർട്ട് നമ്മൾ എടുക്കുക. അവര് വന്ന് ഭംഗിയായിട്ട് ഈ പ്ലാൻ അവതരിപ്പിക്കും. ആ സമയത്താണ് നമ്മൾ കൊടുക്കേണ്ട ഒരു കോൺഫിഡൻസ്. ഇവിടെയാണ് നമ്മൾ പലപ്പോഴും സെയിൽസ് ക്ലോസിങ്ങിന് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൽ നിൽക്കുന്ന റിസൾട്ട് കിട്ടിയിട്ടുള്ള ആളുകൾ, നിങ്ങൾ ഒന്ന് ഈ പ്രോഡക്റ്റിന്റെ റിസൾട്ട് കിട്ടിയിട്ടുള്ള ആളുകൾ എത്ര വേണ്ടി യെസ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് അയച്ചേ. എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അറിയാൻ വേണ്ടിട്ടാ ഇവിടെ ഇരിക്കുന്ന യെസ്. ഇന്നിപ്പോ ഏകദേശം 162 പേരുണ്ട്. എല്ലാവർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അല്ലെ? സുഖിച്ചേരൻ സുഖിച്ചേരൻ കൊടുക്കാത്ത റിസൾട്ട് കിട്ടിയാളാ. യെസ് യെസ്. റിസൾട്ട് കിട്ടിയ ആളുകൾ തന്നെയാണ് എല്ലാവരും. പക്ഷെ റിസൾട്ട് കിട്ടിയിട്ട് പോലും നമുക്കൊരു കോൺഫിഡന്റ് ആയിട്ട് അവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല. താങ്ക് യു മതി, എല്ലാവർക്കും നന്ദി. എനിവേ, ഈ റിസൾട്ട് പങ്കുവെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയം ഒരു പോയിന്റ് ആണ് ഈ പറയുന്നത്. നമ്മൾ സെയിൽസിന് പോകുന്ന സമയത്താണ് നമ്മൾ ഈ കാര്യം അവരോട് പങ്കുവെക്കേണ്ടത്. പല സമയത്തും അതല്ലാതെ ഉള്ള സമയത്ത് എന്ത് ചെയ്യും? ഫോണിലൂടെ വിളിച്ചു പറയും, എടി എനിക്ക് അങ്ങനെ ഗുണം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എടാ എനിക്ക് ഇങ്ങനെ ഗുണം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ കൊണ്ടിരുത്തി സംസാരിച്ചതിന് ശേഷം സംസാരിക്കാൻ പറ്റുന്നില്ല അല്ലെ? അതിവിടെ ഈ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ സംഭവിക്കുന്ന കാര്യം, അവിടെ പാട്ട് വെക്കുന്നതും പ്രാർത്ഥന ചൊല്ലുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ കേൾക്കാൻ പറ്റും. പലപ്പോഴും സംസാരിക്കുന്ന ആളുകൾക്ക് അതൊരു പ്രശ്നമുള്ളത് കൊണ്ടാണ് കുറച്ച് കഴിയുമ്പോൾ ഇത് മ്യൂട്ട് ചെയ്ത് വെക്കുന്നത്. ആ ഒരു കാര്യം പല ആളുകൾക്ക് അറിയില്ലാത്തത് കൊണ്ടാണ് ഇത് മ്യൂട്ട് ആയതാണ്. ചില ആളുകൾ ഇപ്പൊ ഓൺ ചെയ്ത് വെച്ചിട്ട് അവരുടെ ബെഡ്റൂമും അവരുടെ ബാത്റൂമും അവരുടെ മുഴുവൻ കാര്യങ്ങളും ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് പോകുന്ന ആളുകളുടെ സാധാരണക്കാരാണ്. ഇത് നമ്മളതൊരിക്കലും കുറ്റം പറയുന്ന കാര്യമില്ല കേട്ടാ. ഇത് അങ്ങനെ ചിന്തിക്കരുത്. കാരണം അറിവില്ലായ്മ കൊണ്ടാണ്. ഈ ഫോണിന് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് ഒക്കെ ചില ആളുകൾക്ക് അറിയില്ലാത്തത് കൊണ്ടാണ് അതിങ്ങനെ ഓണാക്കി വെച്ചിട്ട് ഏതെങ്കിലും മതിലിൽ ചാരി വെച്ചിട്ട് അവർ പോവുകയാണ്. അപ്പൊ സംഭവിക്കുന്ന കാര്യം, ഈ ക്യാമറയിൽ കൂടി ഇതെല്ലാം കാണുന്നുണ്ട്, ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം ഇത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല. ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ലീഡേഴ്സിനോടുള്ള ഒരു റിക്വസ്റ്റ് കൂടിയാണ്. ദയവായിട്ട് അവരോട് ചെന്ന് പറയണം. ഇത് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ നോക്കിയാൽ കാണാം. ഓണായിട്ട് ഇതിന്റെ അകത്ത് അതേ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ബിന്ദര ചേച്ചിനെയൊക്കെ പോലെ ഒരുപാട് ആളുകൾ, ഷാജിക്കൊക്കെ ഇരിക്കുന്ന പോലെ ഒരുപാട് ആളുകൾ വളരെ അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കുന്ന ആളുകളുണ്ട്.
അപ്പോ അങ്ങനെ ആളുകളല്ല, മറിച്ച് ഇത് അറിയില്ലാത്ത ആളുകളോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ ഇങ്ങനെയാണ് ഓഫ് ചെയ്ത് വെക്കേണ്ടത് എന്നുള്ളത്. ഇത് ബൈ ചാൻസിൽ ഞാൻ നമ്മളെ പോയിന്റിൽ നിന്ന് വിട്ടുപോകും. അതുകൊണ്ട് ആ ഒരു രീതിയിൽ ചെയ്യണം. ഇതേ കാര്യം തന്നെ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്. നമ്മൾ സെയിൽസിന് ചെന്നിരിക്കുമ്പോഴാണ് റിസൾട്ട് കിട്ടിയ കാര്യം അവിടെ കോൺഫിഡന്റ് ആയിട്ട് പറയേണ്ടത്. അവിടെയാണ് നമ്മുടെ സെയിൽസ് പൂർത്തിയാവുന്നത്, സെയിൽസ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ പല ആളുകളും അവിടെ എത്തുമ്പോ സൈലന്റ് മോഡിലായി പോകും. അതിനു മുന്നേ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ഇതെല്ലാ കാര്യങ്ങളും പങ്കുവെക്കും, ഫോണിൽ കൂടി മാത്രം. ഇനി ഇത് സെയിൽസിൽ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്തൊരു സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഈ റിസൾട്ടിന്റെ വീഡിയോസും മറ്റു കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ നമ്മുടെ ഫോണിലേക്ക് അയച്ചു തരാറുണ്ട് അല്ലെ. ഫോണിൽ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും, ഇതിന്റെ ടെസ്റ്റ് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും, ഇതിന്റെ ടെസ്റ്റ് റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ടാവും. ഇതെല്ലാം കൂടിയിട്ട് ആരുടെയെങ്കിലൊക്കെ വേണ്ടപ്പെട്ട ആളുകളുടെ ഫോണിലേക്ക് എല്ലാം കൂടി ഈ വേസ്റ്റ് കൊട്ടയിലേക്ക് ഇത് തള്ളി വിടുന്നത് പോലെ ഒരു 10-15 വീഡിയോസും ഒരു 10-15 ടെസ്റ്റ് റിസൾട്ടുകളും ഇതെല്ലാം കൂടിയിട്ട് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളിലേക്ക് അയച്ചു കൊടുക്കും. അവർ ഈ വീഡിയോ കാണും അല്ലെ. നമ്മൾ ഒരുപാട് വീഡിയോസ് അത്തരം അയച്ചു കൊടുത്തിട്ട് ഈ വീഡിയോ കണ്ടതിന്റെ പേരിൽ എത്ര പേർക്ക് സെയിൽസ് കിട്ടിയിട്ടുണ്ട് ഒന്ന് ആലോചിച്ചു. നിങ്ങളൊന്ന് സ്വയം ചിന്തിക്കാനുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അങ്ങനെ വീഡിയോ അയച്ചു കൊടുത്തിട്ട് പിറ്റേ ദിവസം വിളിച്ചിട്ട് എനിക്ക് ആ പ്രൊഡക്റ്റ് കൊണ്ടുവന്നതാന്ന് ആരും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടാ. എന്നോട് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ അയച്ചു കൊടുത്തിട്ടുമില്ല. നമ്മള് അയച്ചു കൊടുക്കേണ്ട സമയം പറയാം. നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു പോയിന്റ് ആണ്, പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായതുകൊണ്ടാണ് റിപ്പീറ്റേഷൻ നടത്തുന്നത്. എനിവേ, ഈ വീഡിയോസ് അയച്ചു കൊടുക്കേണ്ടത് അദ്ദേഹത്തോട് ഈ പ്ലാനിനെ കുറിച്ച്, പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കാര്യം നമുക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ അവരത് വാച്ച് ചെയ്യും, അതിനൊരു വാല്യൂ ഉണ്ടാവും. ഇത് അതല്ലാതെ നമുക്ക് ഇത് പങ്കുവെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുന്നത്? അതല്ലാതെ പങ്കുവെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവര് ഇത് വീഡിയോ കാണുകയും അത് പിന്നീട് നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് നമ്മൾ ആ വാതിൽ അടച്ചിട്ടാണ് നമ്മൾ പോരുന്നത്. സെയിൽസിൽ നിൽക്കുന്ന ആളുകളാണ് നമ്മൾ എന്നുള്ളത് കൊണ്ട് ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. നമ്മളെല്ലാവരും ഈ ഒരു കാര്യം ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെ കയ്യില് നമ്മൾ പോകുന്ന സമയത്ത്, ഈ സെയിലിലേക്ക് അല്ലെങ്കിൽ സെയിൽസ് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ ഇനി അടുത്തൊരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കയ്യിൽ, എല്ലാവരുടെ കയ്യിലും ഇതിനെ സംബന്ധിച്ച് ഒരു ഫയൽ ഉണ്ടാകുക എന്നുള്ളതാണ്. നമ്മുടെ ഡിജിറ്റൽ ഫയൽ എന്നാണ് അതിനെ പറയുന്നത്. ഒരു ഡിജിറ്റൽ ഫയൽ ഉള്ള ആളുകൾ എത്ര പേരുണ്ട്? നമ്മുടെ ഫോണിൽ ഇതിന്റെ മുഴുവൻ ഡേറ്റാസും നമ്മുടെ കയ്യിലുള്ള ആളുകൾ എത്ര പേരുണ്ട്? ജസ്റ്റ് ഒന്ന് വിധി ചെയ്തേ. ഡിജിറ്റൽ ഫയൽ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഫോണിൽ സേവ് ചെയ്ത ഒരു ഫോൾഡർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഷുഗർ മാറിയിട്ടുള്ള ഒരാളുടെ, അല്ലെങ്കിൽ ഷുഗർ വന്ന് കാല് മുറിച്ച് കളയാൻ പറഞ്ഞ ആ വ്യക്തിയുടെ ഒരു വീഡിയോ അല്ലയുടെ കയ്യിലുണ്ട്, ഗീതാ പ്രകാശിന്റെ കയ്യിലുണ്ട്, ചേട്ടന്റെ കയ്യിലുണ്ട്. പല ആളുകളോടും ഈ സ്മാർട്ട് ഫോണൊക്കെ കയ്യിലുണ്ടാവും. ഇത് ചില സമയത്ത് ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു വീഡിയോ നമ്മളിപ്പോ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുത്തതെന്ന് പറയുമ്പോ ഈ ഫോട്ടോസ് ഇവരുടെ കയ്യിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് അല്ലേ, സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ. നമ്മളിപ്പോ പ്രസന്റ് ചെയ്യുന്ന ആള് അയാളുടെ ഫോണ് ചിലപ്പോ മാറ്റി വെച്ചിട്ട് എവിടെയെങ്കിലും കുത്തി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മള് ചിലപ്പോ വണ്ടിയിൽ നിന്ന് ഫോൺ എടുത്തിട്ടുണ്ടാവില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആ ഫോണിലൊന്ന് കാണിച്ചു കൊടുത്തതെന്ന് പറയുമ്പോഴാണ് സംഭവിക്കുന്നത് ആ ഫോണിൽ ഒന്നും ഉണ്ടാവില്ല അല്ലെ, ഒരു ഫോൾഡർ ഉണ്ടാവില്ല. ഇത് തപ്പി നടക്കുകയാണ്. ഈ ഗാലറിയിൽ മുഴുവൻ എന്ത് ചെയ്യും, ഇതിങ്ങനെ നോക്കി ആ വീഡിയോ ഉണ്ട്, ഈ വീഡിയോ ഉണ്ട്. അപ്പൊ ഒരു 1000കണക്കിന് വീഡിയോ അതിന്റെ അകത്ത് ഉണ്ടാവും, ഒരു 1000കണക്കിന് ഫോട്ടോസ് അതിന്റെ അകത്ത് ഉണ്ടാവും. ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ഒരു ലിമിറ്റ് ചെയ്തിട്ടുള്ള, നമ്മുടെ MLA ഉപയോഗിക്കുന്ന, MP ഉപയോഗിക്കുന്ന, കേന്ദ്രമന്ത്രിമാർ ഉപയോഗിക്കുന്ന ഫോട്ടോസ് ഉണ്ട്. അത് ഒരു ഫോൾഡർ ആക്കി വെക്കുക. ഇത് ഒരു ഡിജിറ്റൽ ഫയൽ നമ്മുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവണം. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഡ്യൂട്ടിയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടിയാണിത്. ഇത് പലപ്പോഴും നമ്മുടെ പ്രോഗ്രാമുകളിലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളതാണ്. പല ആളുകളും ചെയ്യാറില്ല എന്നുള്ള. യെസ്, ഒരുപാട് ആളുകൾ അത് ഫയലിൽ സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഫോൾഡർ നിങ്ങളുടെ ഫോണിൽ ഉണ്ടാവുക. അത് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട, ഇവിടെ പല ആളുകളും സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ചിലപ്പോ ആ മൊബൈലൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ചിലപ്പോ അത്ര വലിയ സാങ്കേതികമായിട്ടുള്ള ഒരു അറിവൊന്നും വരില്ല. ഇത് നമ്മുടെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് കൂടിയാണ്. അത് നിർബന്ധമായും അവരുടെ ഫോണിൽ ചെയ്തു വെക്കേണ്ട ഒരു കാര്യമാണ് ആ ഫോൾഡർ ഉണ്ടാകുക.
അത് ചോദിക്കുമ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കണം. ഞാൻ നിർബന്ധമായിട്ടും നമ്മൾ കാണുന്ന എല്ലാ ലീഡേഴ്സും നമ്മുടെ ടീമിലുള്ള മുഴുവൻ ആളുകളോടും ചോദിക്കുന്ന കാര്യമാണ്, ഇങ്ങനെ ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ടോ, ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ ഒരു ഫോൾഡർ നിങ്ങളുടെ ഫോണിൽ ഉണ്ടാക്കിയിടുക. ഈ ഫോൾഡറിൽ ഉള്ള ഫോട്ടോസും വീഡിയോസും ആണ് പല ആളുകൾ ഇത് ചെയ്തു വെച്ചിട്ട് അയച്ചു കൊടുക്കുന്നത്. മുന്നേ അയച്ചു കൊടുത്തിട്ട് അവരെ പോസിറ്റീവ് ആക്കിയിട്ട് ചെല്ലുന്ന ആളുകളാണ് ഉണ്ട്. അങ്ങനെ ചെല്ലുമ്പോ ഒരിക്കലും എന്ത് കിട്ടൂല, സെയിൽസ് കിട്ടൂല. ഈ ഫോൾഡർ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ള ഒരു മഹാ അപരാധത്തിന്റെ പേരിൽ അത് എല്ലാവർക്കും ഇങ്ങനെ അയച്ചു കൊടുക്കേണ്ടതില്ല. അത് പ്രോഗ്രാം കേൾപ്പിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തൊരു പോയിന്റ്, നമ്മളിപ്പോ റീപർച്ചേസിങ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ ഐ ഡി ഓപ്പൺ ചെയ്യുമ്പോൾ, എന്റെ ഐ ഡി ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് 2-ാം തീയതിയാണ് എന്റെ ഐ ഡി വരുന്നത്. 2-ാം തീയതി, കഴിഞ്ഞ മാസം, ഈ മാസം 2-ാം തീയതിയാണ് എന്റെ രജിസ്ട്രേഷൻ നമ്പർ ഇത് വരുന്നത്. രജിസ്ട്രേഷൻ ഡേറ്റ് 1-ാം തീയതിയാണ്, 2-ാം തീയതിയാണ് ആക്ടിവേറ്റഡ് ഡേറ്റ് എന്നുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് സ്വന്തം ആക്ടിവേഷൻ ഡേറ്റ് അറിയാവുന്ന ആളുകളാണോ ഈ കൂട്ടത്തിലുള്ളത്? ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്ക്. കമന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എല്ലാവരും ആക്റ്റീവ് ആയിട്ടുണ്ട്. യെസ്, സ്വന്തം ആക്ടിവേറ്റഡ് ഡേറ്റ് അറിയാവുന്ന ആളുകളാണ്. യെസ്, എല്ലാവർക്കും അറിയാം അല്ലെ? ഓക്കെ, താങ്ക് യു ഓൾ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ് അറിയാം. എന്തിനാണ് ഇത് ചോദിച്ചതെന്ന് ചോദിച്ചാൽ, ഇത് ആക്ടിവേറ്റഡ് ഡേറ്റിൽ നമുക്ക് ഈ തൊട്ടടുത്ത ദിവസം ചിലപ്പോ ഇന്ന് ആക്ടിവേറ്റഡ് ഡേറ്റ് ഉള്ള ആളുകൾ ഉണ്ടാവും. നമുക്ക് ഈ ബിസിനസ്സിൽ നമ്മുടെ വരുമാനം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഡേറ്റിൽ റീപർച്ചേസ് ചെയ്തിട്ടുണ്ടാവണം അല്ലെ? ശരിയല്ലേ? നമ്മൾ റീപർച്ചേസ് ചെയ്താലും എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് എത്ര ലക്ഷക്കണക്കിന് രൂപ നമുക്ക് മാസം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ, നമ്മൾ ആ ദിവസം റീചാർജ് അല്ലെങ്കിൽ നമ്മളെ റീപർച്ചേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വരുമാനം വരില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ അറിയില്ലാത്ത ആളുകൾ നമ്മുടെ ടീം ലീഡേഴ്സിനോട് ചോദിക്കണം, എന്നാണ് എന്റെ റീപർച്ചേസിംഗ് ഡേറ്റ് എന്ന് ചോദിക്കുക. എന്നിട്ട് അതിന് നമ്മൾ ഏത് പ്രോഡക്റ്റ് ആണോ, നമുക്ക് 1200 മുതലുള്ള റീപർച്ചേസിംഗ് പ്രോഡക്റ്റുകൾ ഉണ്ട് അല്ലെ? 1200 തുടങ്ങിയുള്ള റീപർച്ചേസിംഗ് പ്രോഡക്റ്റുകൾ ഉണ്ട്. 1600 രൂപ കൊടുത്താൽ നമുക്ക് അൾട്രാ ബെറി ജ്യൂസ് കിട്ടും. 1600 രൂപ കൊടുത്താൽ നമുക്ക് നമ്മുടെ റിസ്റ്റ് ബാൻഡ് പ്ലസ് ഒരു മോതിരം, അങ്ങനെ കുറെ ഐറ്റംസ്, മോതിരം കിട്ടുന്നുണ്ട്. നമ്മുടെ പ്ലേറ്റഡ് ആയിട്ടുള്ള, ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള റിങ്ങുകൾ നമുക്ക് കിട്ടാറുണ്ട്. അതേപോലെ ഒരുപാട് പ്രോഡക്റ്റുകൾ നമുക്ക് നമ്മുടെ റീപർച്ചേസിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ഏത് പ്രോഡക്റ്റ് ആണോ നമുക്ക് ആവശ്യമുള്ളത് ആ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങി പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിപ്പോ പ്രോഡക്റ്റുകൾ കൊറിയർ ചെയ്യാനായിട്ട് കുറച്ച് താമസമുണ്ട്. ചില ആളുകൾ 10 ദിവസമായിട്ടൊക്കെ ബുക്ക് ചെയ്തിട്ട് വരാത്തതിന്റെ ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഇപ്പൊ മുതൽ എല്ലാം അത് ഓപ്പൺ ആയിട്ടുണ്ട്. ഒരു റെഗുലർ ആയിട്ട് ഇപ്പോ നമ്മുടെ മനോജ് സാറ് മുംബൈയിലാണുള്ളത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് റീപർച്ചേസിംഗ് പ്രോഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആകുന്നതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ട്. എനിവേ അത് ഈ തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ നമുക്ക് കൊറിയർ വഴി നമ്മുടെ പ്രൊഡക്റ്റ് ലഭിക്കുന്നതാണ്. എനിവേ അടുത്ത ഒരു കാര്യം, റീപർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ എല്ലാവരും ഇനി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഗൂഗിൾ പേ വഴിയല്ല ഈ കമ്പനിയിലേക്ക് പേയ്മെന്റ് എടുക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിലുള്ള ലീഡേഴ്സ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കമ്പനി അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുള്ള എത്ര പേരുണ്ട്? ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. ഒരു സെക്കൻഡ് കേട്ടാ, ഒന്ന് കമന്റ് ചെയ്തേ. ജസ്റ്റ് നമ്മുടെ കമ്പനി അക്കൗണ്ടിലേക്ക് സ്വന്തമായി പേയ്മെന്റ് അയക്കുന്ന ആളുകൾ. സെക്കൻഡ്, അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ വഴി അയച്ചു കൊടുക്കുന്ന ആളുകളെ കുറിച്ചല്ല ചോദിച്ചത്. സ്വന്തമായി നമ്മള് കമ്പനി അക്കൗണ്ടിലേക്ക്, ഇപ്പൊ ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട്. യെസ് മനോരക, ഓക്കെ. അതിൽ കുറെ ആളുകള് നമുക്ക് അറിയുന്ന ആളുകളാണ്. അപ്പൊ അത്തരം ആളുകൾ കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ബാങ്കിന്റെ ഇതൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം ഈ അപ്ലയൻസിന് പൈസ അടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇതിനൊരു ബാങ്കിലൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു വർഷം ട്രാൻസാക്ഷൻ ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അത് 25 ലക്ഷവും
ഒക്കെ ഓരോ ആളുകളുടെ ട്രാൻസാക്ഷൻ അനുസരിച്ചിട്ട് ഒരു ഇതുണ്ട്. ഇത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ ബാങ്കിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതിൽ എത്ര ഇതായിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും, എത്ര സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും, പല ആളുകളും ഓൺലൈനിൽ കൂടി നമ്മുടെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ കയറിയിട്ട് പ്രോഡക്റ്റുകളൊക്കെ മേടിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളാണ്. പക്ഷെ ഈ കാര്യം പറയുമ്പോൾ അയ്യോ അത് എനിക്ക് അതില്ല ഇതില്ല ഇതൊന്നുമില്ല. ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ആളുകളാണെങ്കിൽ ഫെഡ്ബുക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളോട്, അല്ലെ നമ്മുടെ വീട്ടിലെ മക്കളോടോ അല്ലെ മരുമക്കളോടോ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളോട് പറഞ്ഞിട്ട് അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക. അല്ല മറ്റ് ബാങ്കിന്റെ ആപ്ലിക്കേഷനുകളും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഇത് പ്രാക്ടിക്കൽ സൈഡിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് ആ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ട് ആ ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൽ പറയുന്ന ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമാണ്, ഇതില് നമ്മളും കമ്പനിയും തമ്മിലുള്ള ഒരു ബന്ധമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ അപ്ലൈ ലീഡേഴ്സ് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ എല്ലാം സപ്പോർട്ടിങ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. നമുക്ക് കിട്ടുന്ന പേയ്മെന്റ് അത് കമ്പനിയിലേക്കാണ്. നമ്മൾ പുതിയ സെയിൽസ് എടുത്താലും നമ്മൾ നിലവിൽ നമ്മളെ റീപർച്ചേസ് ചെയ്യുന്ന കാര്യമാണെങ്കിലും ഇതെല്ലാം കമ്പനി അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതിനറിയില്ലാത്ത ആളുകളെ സംബന്ധിച്ച് എല്ലാവരെയും കൃത്യമായ രീതിയിലേക്ക് അത് പഠിപ്പിച്ചു തരുന്ന സംവിധാനങ്ങളൊക്കെ നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പോ അത് കൃത്യമായ രീതിയിൽ അത് ചെയ്യും. അങ്ങനെ ബാങ്കിലെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് കമ്പനി അക്കൗണ്ട് ആഡ് ചെയ്ത് വെച്ചാല് നമ്മുടെ കയ്യിൽ കിട്ടുന്ന പേയ്മെന്റ് നേരെ കമ്പനിയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്ലിപ്പ് മാത്രം മതി ആർക്ക്, നമ്മുടെ ഇത് ആക്ടിവേഷൻ ചെയ്യുന്ന ലീഡേഴ്സിന് അതിന്റെ സ്ലിപ്പ് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് അതിനുശേഷം ആ സ്ലിപ്പ് ലീഡേഴ്സിന് അയച്ചു കൊടുക്കുക. ഇത് ആക്ടിവേഷൻ ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആണ്. നമുക്കത് പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ ഫിസിക്കൽ മീറ്റിങ്ങുകളിലൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ നമ്മൾ അറേഞ്ച്മെന്റ് ചെയ്യുന്നതായിരിക്കും. എനിവേ ഇത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ബിസിനസ്സിൽ സക്സസ് ആവാൻ വേണ്ടി കഴിയും. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഒരു ലിസ്റ്റ് മേക്കിംഗ് എന്നുള്ളതാണ്. ആ ലിസ്റ്റ് മേക്കിങ്ങിൽ എടുക്കുന്ന പുസ്തകത്തിൽ തന്നെ നമ്മൾ ഇനി നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ആക്ടിവേഷൻ ഡേറ്റ് അതിനകത്ത് എഴുതി വെക്കുക. നമ്മുടെ ID നമ്പർ, സ്വന്തം ID നമ്പർ കാണാതെ അറിയാവുന്ന ആളുകൾ എത്ര പേരുണ്ട്? സ്വന്തം ID നമ്പർ കാണാതെ അറിയുന്ന ആളുകൾ? എന്റെ നമ്പർ എനിക്ക് കാണാതെ അറിയാം. മൊബൈൽ നമ്പർ നമ്മൾ പഠിച്ചു വെക്കുന്ന ഒരു 10 അക്ക നമ്പർ നമ്മുടെ ഇതിനകത്തുണ്ട്. അത് സ്വന്തമായി പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഷോറൂമാണത്, അല്ലെ? നമ്മുടെ ഷോറൂമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ആ ഷോറൂമിൽ പ്രവേശിക്കാനുള്ള ID-യും പാസ്വേഡും എങ്കിലും നമ്മൾ മനഃപ്പാടമാക്കി വെക്കുക എന്നുള്ളതാണ്. ഇത് പല ആളുകൾക്കും അതൊരു ബുദ്ധിമുട്ടാണ്. ഒന്നുമില്ല, നിങ്ങൾ ഒരു നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ ഫോണ് മിസ്സായി പോയി, അല്ലെ? ഇങ്ങനെ മിസ്സായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ID പാസ്വേഡ് ചോദിക്കാനായിട്ട് നമ്മുടെ അപ്ലൈനെ വിളിക്കണം, ശരിയല്ലേ? നമ്മൾ അത് എഴുതി വെച്ച് അത് പഠിച്ച് മനഃപ്പാടമാക്കി വെച്ചാൽ വേറൊരു ഫോണിൽ നമ്മള് കറക്റ്റ് ആയിട്ടുള്ള ID നമ്പർ എഴുതി ഇടക്കള നമ്പർ അദ്ദേഹം വിട്ടുകളഞ്ഞിട്ടുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാല് എല്ലാവരും കണ്ടിട്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കണ്ട എന്നുള്ളത് കൊണ്ടാണ്. ആന്റണി സാറ്, ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മുടെ ID നമ്പറും പാസ്വേഡും നമ്മൾ എഴുതി വെക്കുക, പഠിക്കുക. അത് കൃത്യം ഇപ്പൊ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള പാസ്വേഡുകളാണ് നമ്മൾ പലപ്പോഴും സെറ്റ് ചെയ്യാറുള്ളത്. അപ്പൊ വളരെ ചെറിയ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അത് നമ്മൾ പഠിച്ചു വെക്കുക. ആ ID നമ്പർ എഴുതുന്നതോടൊപ്പം തന്നെ പിന്നീട് നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആളുകളെയും കൂടി ഫെഡറൽ ബാങ്കിന്റെ മാത്രം അറിയുള്ളൂ. ഓക്കെ. അത് നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ലീഡേഴ്സിനോട് അത് കൃത്യമായി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും എങ്ങനെ ആഡ് ചെയ്യണമെന്ന്, എങ്ങനെ നമ്മുടെ പേയ്മെന്റ് മെത്തേഡ് ഒക്കെ എല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ കമ്പനിയിൽ. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ രജിസ്ട്രേഷൻ പഠിക്കുക, അല്ലെ? അടുത്തൊരു പോയിന്റ് ആണ്. ഇതിന്റെ പല ആളുകൾക്കും ഫേസ്ബുക്ക് ID ക്രിയേറ്റ് ചെയ്യാൻ അറിയാം. പക്ഷെ ഇതിനകത്തൊരു ID രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞാല് അയ്യോ ഞാനിതെങ്ങനെ ചെയ്യും, അത് നിങ്ങൾ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഒരു എക്സ്ക്യൂസുകളാണ്. നമ്മുടെ ID നമ്മൾ ആക്ടിവേഷൻ ചെയ്ത് തന്നത് നമ്മുടെ ലീഡർ ആയിരിക്കാം. അത് രജിസ്റ്റർ ചെയ്ത് എന്നുള്ളത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ലീഡർ ആയിരിക്കാം. നമ്മൾ ഈ ID രജിസ്റ്റർ, ഞാൻ ഈ പറയുമ്പോ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകൾ അതൊന്നും ഒരു പ്രശ്നമാക്കണ്ട. എല്ലാവരുടെ വീട്ടിലും മക്കളും മരുമക്കളും ഒക്കെ ആയിട്ടുണ്ട്. ഒറ്റക്കല്ല ഒരാളും ജീവിക്കുന്നത്. നമുക്ക് ഇതൊന്നും നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുത്താല് അവരിത് ചെയ്തു തരും വളരെ എളുപ്പത്തിൽ. ഞാൻ
കുറെ സമയമെടുത്തിട്ട് ഇത് എഴുതി വെച്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർ മൊബൈൽ എടുത്തിട്ട് ടപ്പേ എന്ന് പറഞ്ഞിട്ട് അവർ ഈ ഐഡിയ അടിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് തരും. അതൊക്കെ അവരെ സംബന്ധിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഗീത ചേച്ചിയുടെ മക്കള് ഇത് പഠിപ്പിച്ചു കൊടുത്തപ്പോ അവര് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓരോ ആളുകളും ഇപ്പൊ ഗീത ചേച്ചി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കംപ്ലൈന്റ് ആണ് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുന്നത്. പക്ഷെ വിദേശ രാജ്യത്തൊക്കെ ജോലിക്ക് പോയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അറിയാം, പറയാം, നല്ല രീതിയിൽ പറയാനറിയാം, കേട്ടാ മനസ്സിലാവും, ഹിന്ദി അറിയാം, ബാക്കി അറബി അറിയാം, എല്ലാം അറിയാം. പക്ഷെ അറിയില്ല എന്ന് മാത്രമല്ല, നമ്മളൊരു കാര്യം അറിയില്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ ആരും അങ്ങനെ അറിയില്ലാത്തത് നമുക്ക് അറിയില്ല എന്ന് പറയാം. പക്ഷെ ഇത് പറഞ്ഞു നടക്കുന്നത് തന്നെ നമ്മളൊരു ശീലമാക്കി കഴിഞ്ഞാൽ നമുക്ക് സക്സസിലേക്ക് പോകാനായിട്ട് വലിയ പ്രയാസമായിരിക്കും. ഇതൊന്നും വലിയ കാര്യമല്ല, ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നമ്മുടെ ബുക്കിലേക്ക് നമ്മുടെ ഐ ഡി എഴുതി വെക്കുക. നമ്മൾ പുതിയതായി രജിസ്റ്റർ ചെയ്യുന്ന ആളുകളുടെ ഐ ഡി കൂടി നമ്മൾ എഴുതി വെക്കുക എന്നുള്ള. പല ആളുകളും മറന്നു അല്ലെ, നമ്മുടെ കൂടെ സ്റ്റാർട്ട് ചെയ്തല്ല. ഇപ്പൊ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ആളുകൾക്ക് ഇപ്പോ കുറച്ച് നാളായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾ നോക്കിയാൽ ആയിരക്കണക്കിന് ആളുകൾ ചിലപ്പോൾ അവരുടെ ടീമിൽ ഉണ്ടാവും. ഇത് കൃത്യമായി തുടക്കം മുതലേ എഴുതി വെക്കുന്ന ആളുകളുണ്ടെത്താം, അങ്ങനെ എഴുതി വെക്കുന്ന ആളുകളുണ്ട്. ഇനി അതല്ല, നമ്മുടെ കൂടെ ഇനി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓരോ ആളുകളുടെയും ഐ ഡി നമ്പറും അവര് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഡേറ്റ് ഉൾപ്പെടെ നമ്മുടെ ബുക്കിലേക്ക്. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെയൊക്കെ എഴുതി വെക്കണം. നമുക്ക് കോടികളും മനോജ് സാർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ശരിയല്ലേ? അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു ചെറിയ പെട്ടിക്കട നടത്തുന്ന കടയിൽ പോലും ഒരു പറ്റുബുക്ക് അവിടെ ഉണ്ടാവും, ശരിയല്ലേ? അല്ലെ, ഒരു മിനിമം ഒരു പറ്റുബുക്കെങ്കിലും തരാനുള്ള ആളുകളുടെ പൈസയുടെ ലിസ്റ്റും, അല്ലെങ്കിൽ പിന്നെ കുഞ്ഞപ്പം 15 രൂപ, അല്ലെങ്കിൽ അയാള് സാറാമ്മ 45 രൂപ, ഇന്നൊക്കെയുള്ള എഴുതി വെക്കുന്ന ഒരു പുസ്തകവും ഒരു സംവിധാനവും ഒക്കെ ഒരു പെട്ടിക്കടയിൽ പോലും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇത്രയും വരുമാനം കിട്ടുന്ന ഒരു അവസരം ചെയ്യുന്ന ആളുകൾക്ക് ഒരു പുസ്തകത്തിൽ ഇതെല്ലാം എഴുതി വെക്കാൻ പറഞ്ഞ പ്രയാസമാണ്. ഇങ്ങനെ എഴുതി വെക്കാത്ത ഒരാളും ഈ ബിസിനസ്സിൽ സക്സസ് ആയിട്ടില്ല എന്നുള്ളതാണ്. തുടക്ക സമയത്തൊന്നും ഇത്തരം കാര്യങ്ങൾ ഞാനും ശ്രദ്ധിക്കാത്ത ഒരാളാണ്. കാരണം 2 സെയിൽസ് എടുക്കുന്നതിന് എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്, ഇങ്ങനെയായിരുന്നു ചിന്തിച്ചിരുന്നത്. പക്ഷെ ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ വീഴ്ച സംഭവിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ വലിയ വലിയ മരങ്ങളിൽ തട്ടിയല്ല വീഴുന്നത്, മറിച്ച് കൊച്ചു കൊച്ചു വള്ളിച്ചെടികളിലും കൊച്ചു കൊച്ചു ഇതിലൊക്കെ തട്ടിയിട്ടാണ് നമ്മൾ വീഴാറുള്ളത് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുക. അങ്ങനെ മിസ്റ്റേക്കുകൾ സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഇനി നമ്മൾ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു ലിസ്റ്റ് മേക്കിങ്ങിൽ നമ്മൾ ഒരു വിധത്തിലും കോംപ്രമൈസ് ചെയ്യരുത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ കൂടെ വന്ന ആളുകൾ ചെയ്യുന്നത്. മിനിമം ഒരു 200 പേരുടെ മണ്ണും പൂട്ടി ലിസ്റ്റ് എഴുതുക. ഞാൻ പറയുന്നത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടല്ലട്ടാ. നമ്മൾ ഈ പ്രൊഡക്റ്റ് സംഭവിക്കുന്ന കാര്യമുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിച്ച എന്റെ വേണ്ടപ്പെട്ട കുറെ ആളുകൾക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രോഗ്രാം സെന്ററിൽ തൊട്ടടുത്തുള്ള ഒരു ചേച്ചീനെ വേറൊരാള് പ്രോഗ്രാം സെന്ററിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോ നമുക്ക് നേരിട്ട് ചെന്ന് പറയാവുന്ന ഇതായിരുന്നു. പക്ഷെ എന്റെ ലിസ്റ്റിലൊന്നും അത്തരം ആളുകൾ ഇല്ലാതായി പോയി എന്നുള്ളത് എന്റെ ഒരു പോരായ്മയാണ്. ഞാൻ ഇനിയും വീണ്ടും വീണ്ടും പുതിയ ലിസ്റ്റുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലിസ്റ്റിൽ വീഴ്ച സംഭവിച്ചാൽ ബയട്ടോറിയം വളരെ ഒരു കട്ടുതീ പോലെ പടർന്നു പിടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞില്ലെങ്കിലും നമ്മുടെ കൂടെയുള്ള ആളുകൾ ആരെങ്കിലും ഒക്കെ ചെന്ന് പറയും. ചിലപ്പോ നമ്മുടെ ടീമിലായിരിക്കണമെന്നില്ല. നമ്മുടെ ടീമിൽ സെയിൽസ് നടന്നാൽ ആർക്ക് വരുമാനം കിട്ടുള്ളൂ? നമുക്ക് വരുമാനം കിട്ടുള്ളൂ. എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ ഒരു വിശാല മനസ്ഥിതരാണ്. എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് പ്രൊഡക്റ്റ് മേടിച്ചോ എന്നൊക്കെ നമ്മള് ചിലപ്പോ ഒരു 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 സാന്ദർഭികമായിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിന്റെ ഒരു പ്രയാസം ഉണ്ടാവും. അയാള് നമ്മുടെ കൂടെ വന്നിരുന്നെങ്കിൽ ആ വരുമാനം നമുക്ക് കിട്ടേണ്ട വരുമാനം, ശരിയല്ലേ? സത്യമായിട്ട് സാറേ, ശരിയല്ലേ? നമ്മുടെ കൂടെ വരേണ്ട ആളുകൾ ഈ ലിസ്റ്റില്ലാത്തതിന്റെ പേരിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് ലിസ്റ്റ് മേക്കിംഗ് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് എപ്പോഴും പറയാനുള്ള ഒരു കാര്യം ഇതാണ്, നമ്മൾ ലിസ്റ്റ് ഇല്ലാതെ ഈ ബിസിനസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മൾ പറയുന്നു ഒരു റഡാറില്ലാത്ത കപ്പൽ പോലെ എന്നാണ് പറയുന്നത്. അതായത് ഒരു ലക്ഷ്യവും ഇല്ലാത്ത ഒരാള് ഈ ബിസിനസ് ചെയ്യുന്നതാണ് ഒരു ലിസ്റ്റ് ബുക്ക് ഇല്ലാത്തത് ആയിട്ടുള്ള ആള് ചെയ്യുന്ന കാര്യം. അതേപോലെ തന്നെയാണ് ലിസ്റ്റ് മേക്കിങ്ങിന്റെ ഒപ്പം തന്നെയാണ് നമുക്ക് പ്രയോറിറ്റിയാണ് ഈ ബിസിനസ്സിനെ നമ്മൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റ് നമ്മൾ ഒരു ബുക്കിലേക്ക്, നമ്മുടെ ഈ ലിസ്റ്റ് ബുക്കിലേക്ക് തന്നെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക. നമ്മുടെ കുറെ ആവശ്യങ്ങളുണ്ട് അല്ലെ, നമ്മുടെ കുറെ ഡ്രീംസ് ഉണ്ട്. ഇത്തരം ഡ്രീംസുകളൊക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ്. മനോജ് സാറ് ഈ ബിസിനസ് ആരംഭിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ ഡ്രീം ആയിരുന്നു ഒരു സ്വന്തം, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായ ഒരു വീടുണ്ടാകുക എന്നുള്ളത് ഏതൊരു മനുഷ്യനെ പോലെയും അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു. അദ്ദേഹം
10 മാസക്കാലം കൊണ്ട് അത് നേടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അമാനുഷികമായിട്ടുള്ള കഴിവുള്ള വ്യക്തിയല്ല മനോജ് സാർ എന്നറിയുന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു തീ ഉണ്ടായിരുന്നു. എനിക്ക് 10 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഈ ചെറിയ സമയത്തിനുള്ളിൽ എനിക്ക് 10 മാസം എന്നുള്ള ഒരു കണക്കല്ലായിരിക്കും വെച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്തുണ്ടാവും, എനിക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാവണം എന്നുള്ള ആഗ്രഹം. ആ ആഗ്രഹം അദ്ദേഹം അത് എല്ലാ ദിവസവും തീയിട്ട് ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരുന്നത് ആളിക്കത്തി അദ്ദേഹത്തിന് ആ ഡ്രീം ഫുൾഫില്ല് ചെയ്യാൻ കഴിഞ്ഞു. എറണാകുളത്ത് തൃപ്പൂണിത്തുറ പോലെയുള്ള ഒരു പ്രദേശത്ത്, വലിയ സ്ഥലത്തിന് വിലയുള്ള ഒരു സ്ഥലത്ത് സ്വന്തമായി ഒരു സ്ഥലം വാങ്ങിച്ച് വീട് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ പല ആളുകളും ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട കോഴിക്കോടുള്ള ഷാജി സാർ അദ്ദേഹത്തിന്റെ 4500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിന്റെ കാര്യത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം കോഴിക്കോട് പ്രോഗ്രാമിൽ വെച്ച് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പൊ അദ്ദേഹമൊക്കെ ഈ ബിസിനസ്സിൽ സ്വന്തമായി ഒരു വീട് ആഗ്രഹിച്ച ആളുകളുടെ കാര്യമാണ്. സ്വന്തമായി കാറ് വാങ്ങിക്കുന്ന ആളുകളുണ്ട്, സ്വന്തമായി പല പല കാര്യങ്ങൾ നേടുന്ന ആളുകളാണ്. അവരിലെല്ലാം ഒരു ഡ്രീംസ് എഴുതി വെച്ച ആളുകളാണ്. എനിക്ക് ഇന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നത്, എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പല ആളുകളും പറയാറുണ്ട്. എന്നതുപോലെ ആവരുത് ഈ ബിസിനസ് ചെയ്യുന്ന ആളുകൾ. നമ്മുടെ ഒരു സ്വപ്നം ഉണ്ടാകുക, ആ സ്വപ്നത്തിന് വേണ്ടി ഏതറ്റം വരെയും പോവുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് തളർച്ച ഉണ്ടാവില്ല എന്നുള്ളതാണ്. അല്ലെ, എന്നെ സംബന്ധിച്ച് എന്നെ ഇതിന്റെ അകത്ത് ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഞാൻ പല പ്രോഗ്രാമുകളിലും അത് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ അതാണ്. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലൈബിലിറ്റികളൊക്കെ പരിഹരിക്കുക, അത് ഫുൾഫിൽ ചെയ്യുക, അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കുക എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ഫസ്റ്റ് പ്രയോറിറ്റി. ആ പ്രയോറിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആത്മാർത്ഥമായി ഇറങ്ങുന്നത് എന്നുള്ളതാണ്. എന്റെ പ്രശ്നങ്ങളായിരിക്കില്ല സുബൈർക്കയുടെ പ്രശ്നങ്ങൾ, എന്റെ പ്രശ്നങ്ങളായിരിക്കില്ല ഗീത ചേച്ചിയുടെ പ്രശ്നങ്ങൾ, എന്റെ പ്രശ്നങ്ങളായിരിക്കില്ല ഇന്ദ്ര ചേച്ചിയുടെ പ്രശ്നങ്ങൾ. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും എല്ലാവരും ഓരോ കുടുംബത്തിന്റെ അത്താണികളാണ്. നമ്മൾ നമ്മുടെ വിഷയങ്ങളെ കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുക, ആ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കണക്കാക്കിയാൽ മാത്രമേ ഈ ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് സക്സസ് ആവാൻ വേണ്ടി കഴിയുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരായി മാറാതിരിക്കുക. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ക്ഷീണമുണ്ടാവില്ല, അല്ലെ? നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പരാതികൾ ഉണ്ടാവില്ല. നമുക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ നമുക്ക് ഇത്തരം അലസതകൾ ഉണ്ടാവില്ല. പലപ്പോഴും നമുക്ക് അലസതകൾ ഫീൽ ചെയ്യും. ഇന്നത്തെ ഒരു രാവിലത്തെ ഒരു സമയം, ഞാൻ 5 മണി സമയം 4 മണിക്ക് എഴുന്നേറ്റ് 4 മണിക്ക് ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ഒരു ദിവസം നമുക്ക് ഉറക്കമല്ല. ഇന്നലെ വന്ന് കിടന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10-12 മണിയായി. ആ ഒരു സമയം കൊണ്ട് രാവിലെ എഴുന്നേക്കണം, നിങ്ങളുമായി സംസാരിക്കണം എന്നുള്ളത് ഇത് ഞാനൊരു പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന ബിസിനസ്സാണ്. അത്ര പാഷനേറ്റ് ആയിട്ട് ഇത് ചെയ്യുമ്പോൾ തളർച്ച ഉണ്ടാവില്ല എന്നുള്ളതാണ്, അല്ലെ? നമ്മളൊരു പാഷനായിട്ട് ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പരാതികളില്ല, പരിഭവങ്ങളില്ല. ഇത് എല്ലാം ഈ ബിസിനസ്സിലൂടെ നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു വിശ്വാസമാണ് എന്നെ ഈ ബിസിനസ്സിലേക്ക് മുന്നിലേക്ക് നയിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരെയും നയിക്കുന്നത് ആ ഒരു ഘടകമായി മാറണം. ലിസ്റ്റ് ഇടാൻ പറയുന്ന സമയത്ത് ലിസ്റ്റ് ഇടാതിരിക്കരുത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഈ നമ്മൾ ലിസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളെ കണക്ട് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ആരെങ്കിലും കണക്ട് ചെയ്യുന്ന ആളുകളായി മാറരുത്. ലിസ്റ്റിൽ വേണ്ടത് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളായിരിക്കണം. തുടക്ക സമയത്ത് നമ്മൾ സംസാരിക്കേണ്ടത് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളോടായിരിക്കണം. നമുക്കൊരു മികച്ച ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. ഈ മികച്ച ഓപ്പർച്യൂണിറ്റി പങ്കുവെക്കേണ്ടത് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളുമായിട്ടായിരിക്കണം. അല്ലാതെ വഴിയിൽ കാണുന്ന ആളുകളോട് ഈ പ്രൊജക്ട് പറഞ്ഞാൽ സെയിൽസ് കിട്ടില്ല, ആളുകൾക്ക് സെയിൽസ് കിട്ടില്ല എന്ന് പറയുന്നതിന്റെ പിന്നിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആരോടെങ്കിലും ഇത് പറഞ്ഞാൽ നമുക്ക് സെയിൽസ് കിട്ടില്ല. മറിച്ച് അത് കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്. ചിലപ്പോ അങ്ങോട്ട് വീഴാം, ചിലപ്പോ ഇങ്ങോട്ട് വീഴാം. അങ്ങനെ എടുക്കുന്ന ആളുകളുണ്ട്, അല്ലെ? അത് ആരെ കണ്ടാലും സെയിൽസ് ക്ലോസ് ചെയ്യാനുള്ള പ്രത്യേക സ്കില്ലുള്ള ആളുകളുണ്ട്. മറിച്ച് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളോട് നല്ല രീതിയിൽ ഹൃദയത്തിൽ തട്ടി, ഞാൻ പറയുന്ന ഈ ബിസിനസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഹൃദയത്തിന്റെ കഷ്ണം വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ബിസിനസ് ചെയ്യാമെന്ന് ഞാൻ പറയുള്ളൂ. പല ആളുകളും ആർട്ടിഫിഷ്യലാണ്, ചിരിച്ചു കാണിക്കും, പക്ഷെ അത് ഇളിച്ചു കാണിക്കുന്നതായിട്ട് മാറരുത്. ചിരിച്ചു കാണിക്കുമ്പോൾ അതിന്റെ അകത്തൊരു ആത്മാർത്ഥത ഉണ്ടാവും. ഞാൻ നിങ്ങളെ നോക്കി ചിരിക്കുമ്പോൾ അതിനകത്തൊരു ആത്മാർത്ഥത ഉണ്ടാവണം. പക്ഷെ ഇത് പല ആളുകളും ഒരു മാനേജ്മെന്റ് ഒന്നും പുറത്ത് നിൽക്കുന്ന ആളുകൾ പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അവർക്ക് നമ്മുടെ മുഖം വായിക്കാൻ വേണ്ടി കഴിയും, അവർക്ക് നമ്മുടെ മനസ്സ് വായിക്കാൻ വേണ്ടി കഴിയും. നമ്മൾ ഹൃദയത്തിൽ തട്ടിയാണ് പറയുന്നതെങ്കിൽ ചിലപ്പോൾ ഹൃദയം തുറന്നു കാണിച്ചാലും ചെമ്പരത്തി പൂവാണെന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നു 99% ആളുകളും അത്തരക്കാരാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് സംസാരിച്ചാൽ അത് മനസ്സിലാക്കുന്ന ആളുകളാണ്. പല ആളുകളുടെയും പ്രശ്നം ഒരു സമയത്ത് ബയോട്ടോറിയത്തിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പൈസ ഇല്ല എന്ന് പറയുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ ഇന്നിപ്പോ മിഠായി കാശിന് പല ആളുകളും പറയുന്നത് പോലെ മിഠായി കാശിന് ബിസിനസ് തുടങ്ങാൻ പറ്റും. വെറും 3100 രൂപയുള്ള ആളുകളിലേക്ക്
നമുക്ക് ഈ ബിസിനസ്സുമായിട്ട് ചെല്ലാൻ. അതായത് ആരുടെ കയ്യിലുണ്ടാകും എന്നുള്ളതാണ് ഈ പൈസ. അത് അറേഞ്ച്മെന്റ് ചെയ്യാൻ വേണ്ടി കഴിയും. അങ്ങനെ അറേഞ്ച്മെന്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ആളുകളിലേക്ക് ഈ പ്രൊഡക്റ്റുമായിട്ട് ചെല്ലുക. ഇന്നിപ്പോ ആരോട് വേണമെങ്കിലും നമുക്ക് ഈ ബിസിനസിനെ കുറിച്ച് പറയാം, നമ്മുടെ പ്രൊജക്ട് പങ്കുവെക്കാം. പ്രൊജക്ട് പങ്കുവെക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറുമ്പോഴാണ് നല്ല രീതിയിലേക്ക് നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ പ്രൊജക്ട് കൂടി നമ്മുടെ ഇതിന്റെ ഭാഗമാക്കി മാറ്റുക. തുടക്ക സമയത്ത് എനിക്കൊക്കെ സംഭവിച്ചത്, ഞാൻ പ്രൊഡക്റ്റ് മാത്രമായിരുന്നു കൂടുതൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് സെയിൽസ് ഒരുപാട് എടുത്തു. പക്ഷെ ആളുകളുടെ എണ്ണം നോക്കിയാൽ ആ രീതിയിലേക്ക് നമുക്ക് ബിസിനസ് ചെയ്യുന്ന ആളുകളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. അന്ന് പറഞ്ഞു പോയ ആളുകള്, അന്ന് 9,800 അല്ലെങ്കിൽ ആ ചെറിയ എമൗണ്ട് 16,500 ഒക്കെ പറഞ്ഞു പോയ ആളുകളോട് ഒന്ന് ബിസിനസ് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഇന്ന് ആഗ്രഹിക്കുകയാണ്. പക്ഷെ അങ്ങോട്ടേക്കുള്ള ഒരു എൻട്രി പോലും നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടാണ്. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ പല ആളുകളും മാറി നിൽക്കുകയാണ്. അവരിലേക്ക് വീണ്ടും തിരിച്ചു ചെല്ലാനുള്ള ഒരു സാധ്യത പോലും നമ്മൾ അടച്ചു പോരുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രൊജക്ട് കൂടി പറഞ്ഞാൽ അങ്ങോട്ട് വീണ്ടും ചെല്ലാനുള്ള ഒരു അവസരമാണ്. കാരണം പൈസ ഞാൻ എവിടെന്നെങ്കിലും ഒക്കെ അറേഞ്ച്മെന്റ് ചെയ്യാം. ആളുകളുടെ മാനസികാവസ്ഥയാണ് ഞാൻ ഈ സൂചിപ്പിക്കുന്നത്. പൈസ ഞാൻ അറേഞ്ച്മെന്റ് ചെയ്യാം, പക്ഷെ അത് തിരിച്ചു കൊടുക്കാനുള്ള വഴിയില്ലാത്തത് കൊണ്ട് നമ്മുടെ ഹെൽത്തിന് വേണ്ടി ആളുകൾ സാക്രിഫൈസ് ചെയ്യുന്നു. എനിക്ക് പ്രശ്നമുണ്ട്, എനിക്ക് ഇന്ന പ്രോബ്ലം ഉണ്ട്, പക്ഷെ ആ പ്രോബ്ലം പരിഹരിക്കാനായിട്ട് ഞാൻ എവിടെന്നെങ്കിലും കടം മേടിച്ചാൽ എനിക്ക് കിട്ടില്ല സാർ, എനിക്ക് കിട്ടില്ല ചേച്ചി എന്നുള്ള ഒരു മനസ്സ് അവർക്ക് തുറന്നു പറയാൻ പലപ്പോഴും എന്താണ്, അവരുടെ ഒരു ഈഗോ കൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ വിഷമതകൾ കൊണ്ടോ ചിലപ്പോൾ അവർക്ക് അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മളോട് പറയാനായിട്ടുള്ള അഡ്മിറ്റ് ചെയ്യാനുള്ള ഒരു മാനസിക വിഷമം അവർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ടാവില്ല. മറിച്ച് ഈ പ്രൊജക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു പ്രകാശം വരും. അവർക്ക് നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള രീതിയിലേക്ക് അവർ തയ്യാറാവും. കാരണം ഈ പൈസ അറേഞ്ച്മെന്റ് ചെയ്താലും എന്ത് ചെയ്യാം, എനിക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ അവസരത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് നമ്മളെല്ലാവരും. ഇന്നിപ്പോ പ്രൊഡക്റ്റിന്റെ ആ ഒരു മഹിമ കൊണ്ട് നമ്മൾ ബിസിനസ്സിലേക്ക് വന്നു. പ്രോജക്റ്റിന്റെ ആ ഒരു മഹത്വം കൊണ്ടാണ് രാവിലെ മഴയായിട്ടും തണുപ്പായിട്ടും എന്ത് സാഹചര്യമായിട്ടാണെങ്കിലും നമ്മൾ ഇന്ന് ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കയറിയുള്ളത്. ശരിയല്ലേ? പ്രോജക്റ്റിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രോജക്റ്റ് ആണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ പ്രൊജക്റ്റിന് ഇഷ്ടപ്പെട്ട് വന്നിട്ടുള്ള ആളുകൾ അത് 100% അത് ആ രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രൊഡക്റ്റ് മാത്രം ഹൈലൈറ്റ് ചെയ്യുന്ന ആളുകൾക്ക് സെയിൽസ് കിട്ടാൻ ചാൻസ് കുറവാണ്. പ്രൊഡക്റ്റ് മാത്രമാണ് അവര് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ നാളെയും സെയിൽസ് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. നമ്മുടെ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ കമ്പനി കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോ നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിലൂടെയാണ് നമുക്ക് കൂടുതൽ ടേൺ ഓവറുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. 1000 പേരുടെ ടീം ലെഫ്റ്റിലും 1000 പേരുടെ ടീം റൈറ്റിലും നമ്മുടെ ജീനിയസിലും വിന്നേഴ്സിലും ക്രിയേറ്റ് ചെയ്താൽ നമ്മളില്ലെങ്കിൽ പോലും, ഞാൻ പറയുന്നത് നമ്മുടെ ആബ്സെൻസിൽ പോലും, ഞാൻ എന്തിനീ ബിസിനസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ മരണപ്പെട്ടു പോയാലും എന്റെ ഫാമിലിയിലേക്ക് ഈ ബിസിനസ്സിലൂടെ വരുമാനം വരുമെന്നുള്ള ആ ഒരു ഒറ്റ പോയിന്റിലാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം സെയിൽസിൽ കുറെ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, കുറെ നാളത്തെ സെയിൽസ് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുഭവങ്ങളുണ്ട്. എനിക്ക് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയാൽ ജോലി ലഭിക്കാവുന്ന സാഹചര്യമുണ്ട്. പല സമയത്തും അത് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് നിരസിച്ചിട്ടുണ്ട്. എന്തിന് നിരസിച്ചു എന്ന് ചോദിച്ചാൽ, അവിടെ ഞാൻ മാത്രമാണ് പണിയെടുക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് പണിയെടുത്താൽ എനിക്ക് പണിയെടുക്കുന്നതിന് ഒരു ലിമിറ്റേഷൻസ് വരും. എനിക്ക് പ്രതിസന്ധികൾ വന്നാൽ എനിക്ക് അവിടെ നിന്ന് വരുമാനം കിട്ടില്ല. മറിച്ച് ഇവിടെ എന്റെ ആബ്സെൻസിലും എന്നേക്കാൾ ശക്തരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് വളരെ പ്രൗഡായിട്ട് പറയാൻ വേണ്ടി കഴിയും, ഇന്നലത്തെ ഒരു ദിവസം നമ്മുടെ ഈ സൂമിൽ ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗീത ചേച്ചി ഒരു ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവര് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് ജോലി നാളെ മുതൽ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിയ സമയത്ത് 15,000 രൂപയാണ് ആ സ്ഥാപനത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് എങ്കിൽ ഇന്നലത്തെ ഒരു ദിവസത്തെ വരുമാനം ഏകദേശം സ്റ്റോക്ക് പോയിന്റിലെ വരുമാനവും അതുപോലെ തന്നെ ആ വീട്ടിലേക്ക് വന്ന വരുമാനം 13,000 രൂപയാണ്. ഒരു മാസം 30 ദിവസം ആ സ്ഥാപനത്തിൽ പോയി രാവന്തിയോളം പണിയെടുത്താൽ കിട്ടുന്ന വരുമാനം ഒരു ദിവസം കൊണ്ട് കിട്ടി എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വയറ്റൂരിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു മാസം അത് ചോര നീരാക്കി പണിയെടുത്താൽ കിട്ടുന്ന പൈസ ഒരു ദിവസം കൊണ്ട് ഇവിടെ നിന്നുണ്ടാക്കാൻ പറ്റും. അതാണ് ഇവിടെ ടീം വർക്കിന്റെ ഒരു പ്രത്യേകത, അതാണ് നെറ്റ്വർക്കിന്റെ ഒരു പ്രത്യേകത. നമ്മൾ പല ആളുകളും ചിന്തിക്കുന്നത്, ഞാനിപ്പോ പോകുന്ന ജോലി, ആ ജോലിയാണ് എന്റെ മുന്നിലേക്ക്. നമ്മുടെ ജോലിയെ ഒരിക്കലും കുറ്റം പറയുന്നതല്ല കേട്ടോ. ജോലി വേണം, നമുക്ക് ജീവിക്കാനായിട്ട് വേണം. അതിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് ഇതെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ എന്ന് എത്തിച്ചേരുന്നോ അന്നു മുതലാണ്
നമ്മുടെ സക്സസ് ആരംഭിക്കുന്നത്. ആ തിരിച്ചറിവാണ് എന്നെ ഈ ബിസിനസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ആ തിരിച്ചറിവിലേക്ക് നിങ്ങൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. നമ്മുടെ ഈ ബിസിനസ്സിൽ പലപ്പോഴും പല ആളുകളും സക്സസ് കാണിക്കാറുണ്ട് അല്ലെ. പല ആളുകൾ ഇന്നലെ സുബൈർക്ക ഫാമിലി ബോണസ് അച്ചീവർ ആണ്. നമ്മുടെ പ്രിയപ്പെട്ട ഫസീല ഫാമിലി ബോണസ് അച്ചീവർ ആണ്. ഇന്നലെ കുറെ ആളുകൾ, ഞാൻ അറിയുന്ന ആളുകളുടെ പേരാണ് പറയുന്നത്, ഇന്നലെ ഒരുപാട് ആളുകൾ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഫാമിലി ബോണസ് അച്ചീവ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ അച്ചീവ് ചെയ്യുമ്പോൾ അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. പല ആളുകളും ഇത് കാണുമ്പോൾ അത് കണ്ടുപോകുന്നുണ്ട്. ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. ഇത് നമ്മൾ ഒരാൾ അഭിനന്ദിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മളിലേക്കും ഇത്തരം കാര്യങ്ങൾ വന്നു ചേരുന്നത്. അഭിനന്ദിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറുക. ഇവിടെ അവനല്ലേ കിട്ടിയത്, ഞാൻ എന്തിനു പറയണം എന്ന് ചിന്തിക്കുന്നിടത്ത് നമുക്ക് എപ്പോഴും എന്ത് സംഭവിക്കും? സക്സസ് ആവാനുള്ള ചാൻസ് കുറയും അല്ലെ. നമ്മൾ മറ്റുള്ളവരെ അഭിനന്ദിക്കാനും മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു 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 മനസ്സിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറുക. എന്നാലാണ് നമുക്കും ആ ലെവലിലേക്ക് എത്താൻ വേണ്ടി കഴിയുള്ളൂ. നാളെ നമ്മൾക്ക് വേണ്ടി കൈയടിക്കാനായിട്ട് നൂറുകണക്കിന് ആളുകൾ ഉണ്ടാവും. ആ ഒരു ബിസിനസ്സിലാണ് ഞാൻ നിങ്ങളും അറിഞ്ഞോ അറിയാതെയോ വന്നിട്ടുള്ളത്. എനിവേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ഒരു ഡെയിലി നമ്മൾ സംസാരിക്കും. എനിവേ ഇന്നത്തെ ഒരു ദിവസം ഇത്രയും നേരം ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് പോയിന്റുകൾ നമുക്ക് തൊട്ടടുത്തുള്ള ദിവസങ്ങൾ തന്നെ വീണ്ടും സംസാരിക്കാമെന്നുള്ളത് കൊണ്ട് കൂടുതൽ നമ്മുടെ മനസ്സാറുണ്ടാവും. ഒരു സെക്കൻഡ്. താങ്ക് യു. ഓക്കെ. എനിവേ നമ്മുടെ 7 മണി കഴിഞ്ഞു. നമ്മുടെ സാധാരണഗതിയിൽ നമ്മളിതൊരു ആചാരമായി തുടരുന്ന ഒരു സംഗതിയാണ്. മനോജ് സാറിന്റെ വാക്കുകൾ കൂടി കേട്ടാണ് നമുക്ക് ഇതൊരു ഒരു സദ്യ പൂർണ്ണമാകുന്നത് എന്ന് പറയുന്ന പോലെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാറ് അത്രയും വാല്യുബിൾ ആയിട്ട് ചെറിയ സമയങ്ങളിലാണ് പുള്ളി സംസാരിക്കുന്നതെങ്കിൽ പോലും നമുക്ക് അത്രയും, കാരണം അദ്ദേഹത്തിനൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കഴിയുന്നുള്ളതാണ്. സാധാരണക്കാരൻ ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്ത് ട്രെയിനിൽ കയറിയൊക്കെ യാത്ര ചെയ്ത് പോയിട്ട് ഈ ബിസിനസ് പറഞ്ഞു. നമ്മള് അതില്ല ഇതില്ല, എനിക്ക് പൈസ ഇല്ല, ബസ്സിൽ കയറാൻ പറ്റില്ല, അങ്ങനെ ട്രെയിനിൽ കയറാൻ പറ്റില്ല, നമ്മളെ എക്സ്ക്യൂസസിന്റെ ഒരു രാജാക്കന്മാരായിട്ട് മാറാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഉള്ള സാധ്യതകളെ ഇവിടെ എല്ലാവർക്കും ഞാൻ പറയുന്നത് എല്ലാം തികഞ്ഞവരായിട്ട് ആരും കിട്ടാം. എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ എല്ലാ സാധ്യതകളും. ഇന്നിപ്പോ അവര് ഡാനി സാർ കാറിൽ സഞ്ചരിക്കുന്നു. അദ്ദേഹം ജനിച്ചപ്പോ തന്നെ കാറിലേക്ക് വീണ ആളല്ല. അദ്ദേഹം ഓരോ ആളുകളും ഈ ബിസിനസ്സിൽ യൂനസ് ബൈ കാറിൽ സഞ്ചരിക്കുന്നു. ഓരോ ഞാൻ അറിയുന്ന ആളുകളെ പറയും. അപ്പൊ ഇവരൊക്കെ നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കാറുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യാൻ പറ്റും. ഒരാൾ ബൈക്കിൽ പോകുമ്പോ സ്കൂട്ടറിൽ പോകുമ്പോ സ്കൂട്ടർ ഉണ്ടെങ്കിൽ പോകാൻ പറ്റും. അങ്ങനെയല്ല. നമ്മൾ എന്താണോ നമ്മുടെ ഇത് നടന്ന് ബിസിനസ് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. നടന്ന് സ്വന്തമായിട്ട് ഒരു വണ്ടിയോ മറ്റു കാര്യം, ഇവിടെ നമ്മുടെ കണ്ണൂരിലുള്ള പ്രിയപ്പെട്ട സുമിയൊക്കെ ബസ്സിൽ യാത്ര ചെയ്ത് നടന്നുമൊക്കെ പോയിട്ടാണ് 80ഓളം പ്രൊഡക്റ്റുകൾ ആളുകൾക്ക് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. നമ്മൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറുക എന്നുള്ളതാണ്. നമ്മുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് കൃത്യമായ രീതിയിൽ നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് ആലോചിച്ച് നിങ്ങളുടെ കഴിവിന്റെ എത്ര ശതമാനം ഈ ബിസിനസ്സിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്? നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര ശതമാനം നിങ്ങളുടെ കഴിവിന്റെ ഒരു 10% പോലും ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് എനിക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. കാരണം ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ സാധ്യതകൾ വലിയ സാധ്യതകളാണ്. കാലിന് വയ്യാത്ത നമ്മുടെ പ്രിയപ്പെട്ട കോട്ടയത്ത് നിന്ന് വന്ന ചേച്ചി ഇന്നലെ എറണാകുളം BOPയിൽ വന്നു. അത് കാല് വയ്യായി എന്നുള്ളത് അവരെ സംബന്ധിച്ച് അതൊരു ഒരു 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 പ്രശ്നമേ ആക്കിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ പല ആളുകളും നമ്മളെ എക്സ്ക്യൂസ് പറയുന്ന ആളുകൾ, മഴയായിപ്പോ അതുകൊണ്ട് ഞാൻ വന്നില്ല, അതായിപ്പോയി ഞാൻ വന്നില്ല, നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരാത്തതിന്റെ എക്സ്ക്യൂസസുകളാ. ഇങ്ങനെ എക്സ്ക്യൂസ് പറയുന്നവരായി മാറിയാൽ നമ്മുടെ സക്സസും വൈകും എന്നുള്ളതാണ്. നമ്മുടെ സക്സസ് ഇതിനെല്ലാം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നമ്മുടെ എക്സ്ക്യൂസസുകളല്ല നമ്മുടെ സക്സസ് എന്ന് പറഞ്ഞാൽ. ഓരോ ആളുകൾ ഇവിടെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇവിടെ എറണാകുളത്തൊക്കെ ജോലി ചെയ്യുന്ന 4 മണിക്ക് സമയത്ത് ഇവിടെ വാത്തുരുത്തി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ തമിഴന്മാര് എന്ന് പറഞ്ഞ പ്രത്യേകം പറയാൻ കാരണം അത്തരം ആളുകളാണ് അവിടെ, തമിഴ്നാട്ടുകാരാണ് അവിടെ സ്റ്റേ ചെയ്യുന്നത്. 4 മണി സമയത്ത് അവര് റോഡിൽ കൈക്കോട്ടിയും അതുപോലെ തന്നെ ചട്ടിയൊക്കെ ആയിട്ട് ആ റോഡിലുണ്ടാവും. പുതിയ ഒരാളെ തന്നെ ജോലിക്ക് വന്ന് വിളിച്ചോണ്ട് പോകാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകൾ ആ റെയിൽവേ ട്രാക്കിന്റെ അരികിൽ വന്ന് വെളുപ്പിന് 4 മണിക്ക് ഏത് മഴയാണെങ്കിലും എത്ര പ്രതിസന്ധിയാണെങ്കിലും അവരവിടെ വന്നിരിക്കും. കാരണം അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ്. നമ്മളിവിടെ ബിസിനസ് പറയുമ്പോൾ എല്ലാ പരിപാടികളും മാറ്റിവെച്ചിട്ട് പോയിട്ട് മതി, എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് പോയിട്ട് മതി. അങ്ങനെ വിചാരിച്ചാൽ നമുക്ക് സക്സസ് ആവാൻ വേണ്ടി കഴിയില്ല. നിങ്ങൾ ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ കൃത്യം 8 മണിക്ക് അവിടെ എത്തണമെങ്കിൽ 7 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങും. അവിടെ ചെന്നിട്ട് കൃത്യമായ രീതിയിലേക്ക് നമ്മൾ ആ ജോലിയിൽ ഏർപ്പെടും. എന്നാലേ എനിക്ക് ആ സാലറി കിട്ടുള്ളൂ എന്നുള്ള ബോധ്യമുണ്ട്. പക്ഷെ ഇവിടെ ബയോട്ടോറിയം ചെയ്യുന്ന ആളുകൾക്ക് അത്തരം ഒരു കൃത്യനിഷ്ഠ ഇല്ല എന്നുള്ളതാണ് ഇവിടെ സക്സസ് ആവാനായിട്ട് പല ആളുകൾക്കും കഴിയാതെ പോകുന്നത്. ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മളെ നിയന്ത്രിക്കാനായിട്ട് ഇവിടെ നമ്മൾ അപ്ലൈ
ചോദിക്കില്ല നിങ്ങൾ രാവിലെ എഴുന്നേറ്റോ, നിങ്ങൾ ആളുകളെ കാണുന്നുണ്ടോ എന്ന് ചോദിക്കില്ല. കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ ന്യൂനതയും അത് തന്നെയാണ്. ഇവിടെ നമുക്ക് നോ ബോസ് ബിസിനസ് എന്നുള്ളതാണ്. നമ്മളെ ഒരാളും ബോസ് ചെയ്യാനായിട്ടില്ല. പക്ഷെ അങ്ങനെ ബോസ് ചെയ്യാനില്ലാത്തത് നമ്മുടെ പല ആളുകളുടെയും ലാഗ് ചെയ്യാനുള്ള ഒരു അവസരവും കൂടിയാണ് ഇവിടെ ഉള്ളത്. അത് തന്നെ ഒരു അവസരമാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. നമ്മളെ ചോദിക്കാൻ ആരുമില്ല. ഞാൻ ഇന്ന് കിടന്നുറങ്ങും, നാളെയും കിടന്നുറങ്ങും, മറ്റന്നാളും കിടന്നുറങ്ങും. ആർക്കാണ് നഷ്ടപ്പെടുന്നത്? നമുക്കാണ് നഷ്ടപ്പെടുന്നത്. നമ്മളെയാണ് നമ്മൾ ചീറ്റ് ചെയ്യുന്നത്. നമ്മളെ ചീറ്റ് ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ സക്സസ് എന്നുള്ളത് അത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. ചില സമയത്ത് നമുക്ക് പല കാര്യങ്ങളും അവസരങ്ങൾ അല്ലെങ്കിൽ പല തെറ്റായ ഞാൻ ഒരു ഡിസിഷൻ എടുത്ത് അതിന്റെ പേരിൽ ചിലപ്പോ നമ്മൾ പരാജയപ്പെടാൻ ചാൻസ് ഉണ്ട് അല്ലെ. തെറ്റായ ഒരു തീരുമാനമാണ് ഞാൻ എടുത്തിട്ടുള്ളതെന്ന്. ആ തെറ്റായ തീരുമാനം എടുത്തതിന്റെ പേരിൽ തീരുമാനമെടുത്ത് അതിൽ ആക്റ്റീവായി അതിന്റെ പേരിൽ പരാജയപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. തെറ്റായ തീരുമാനം എടുത്ത് പരാജയപ്പെട്ടു പോകുന്നതിൽ കൂടുതൽ ആളുകൾ തെറ്റായ തീരുമാനം എടുത്ത് അതിൽ പ്രവർത്തിച്ചതിൽ പരാജയപ്പെട്ടതിൽ കൂടുതൽ ആളുകൾ എന്തിൽ പരാജയപ്പെട്ടു? ഒരു തീരുമാനം എടുക്കാത്തതിൽ പരാജയപ്പെട്ടു. ഞാൻ പറഞ്ഞ പോയിട്ട് മനസ്സിലാക്കിട്ടാ. ഒരു തീരുമാനം എടുക്കാണ്ട് ഞാൻ എഴുന്നേറ്റ് ഇന്ന് രാവിലെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നിലാവത്ത് അഴിച്ചു വിട്ട കോഴിയെ പോലെ നമ്മളിങ്ങനെ നടക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ എങ്ങോട്ട് പോകണമെന്നറിയാതെ നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല ബയോട്ടോറിയം എന്നുള്ളത്. തീരുമാനമെടുത്താൽ നമ്മൾ അതിലേക്ക് സഞ്ചരിക്കുക എന്നുള്ളതാണ്. ഞാനൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ബയോട്ടോറിയത്തിൽ ഒരു 1 CR ഒരു ഏറ്റവും റീസെന്റ് ആയി ഡിസംബർ മാസത്തോടു കൂടി ഒരു 1 CR എന്ന് പറയുന്ന ഒരു ഇത് ഞങ്ങൾ എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഓരോ ആളുകളിലേക്ക് നമ്മുടെ ഒരു ഡെസ്റ്റിനി നമ്മൾ തീരുമാനിക്കുക. ഇന്ന സമയത്ത് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുക. ആ ഗോളിലേക്ക് നമ്മുടെ യാത്ര എന്നുള്ളത് വളരെ വളരെ ഒരു ദുർഘടം പിടിച്ചതായിരിക്കാം. പക്ഷെ ദുർഘടം പിടിച്ചതാണെങ്കിൽ നമ്മുടെ ലക്ഷ്യം അവിടെ എത്തിച്ചേരുക എന്നുള്ളതാണെങ്കിൽ നമ്മൾ അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. നമ്മളെ തടസ്സപ്പെടുത്താനായിട്ട്, നമ്മളെ നിരുത്സാഹപ്പെടുത്താനായിട്ട് കണക്കിന് ആളുകൾ ഉണ്ടാവാം. നമ്മൾ കുതിരയുണ്ടാവാം. കുതിര ഓട്ടത്തിൽ പന്തയത്തിൽ പങ്കെടുക്കുന്ന കണ്ണ് രണ്ടും മൂടിയിട്ടുണ്ടാവാം. ഇങ്ങനെ സൈഡ് രണ്ടും ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. എന്തിനാണ്? അവരുടെ ഫോക്കസ് തെറ്റി പോകാതിരിക്കാൻ. നമ്മൾ ഓരോരുത്തരും അത്തരം കുതിരകളായി മാറുക എന്നുള്ളത്. നമ്മുടെ ഫോക്കസ് തെറ്റാതെ നമുക്ക് പല പല പ്രലോഭനങ്ങൾ ഉണ്ടാവാം, പല പല പ്രശ്നങ്ങൾ ഉണ്ടാവാം, പല പല നിരുത്സാഹപ്പെടുത്തലുകൾ ഉണ്ടാവാം. പക്ഷെ കുതിര എന്ത് ചെയ്യും? സൈഡിൽ നിന്ന് ആളുകൾ കൂവിയെടുക്കേണ്ടാവാം. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുതിരയെ സംബന്ധിച്ച് അതിന്റെ ലക്ഷ്യമാണ് മുഖ്യം. സൈഡിൽ നിന്ന് കൊക്കി വിളിക്കുന്നത് കേൾക്കില്ല. അത് നേരെ തന്നെ പോകും. അത് കൃത്യമായിട്ടുള്ള ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുക തന്നെ ചെയ്യും. അങ്ങനെ മനോഭാവത്തോടു കൂടി ആ ഒരു പന്തയത്തിൽ പങ്കെടുക്കുന്ന കുതിരയുടെ മനോഭാവത്തോടു കൂടി നമ്മൾ ഓരോരുത്തരും മാറുമ്പോഴാണ് നമുക്കും സക്സസ് ഉണ്ടാവുന്നത്. ഇങ്ങനെ ബയോട്ടോറിയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ യുഗം ആരംഭിച്ചു എന്ന് വേണം പറയാനായിട്ട്. നമുക്ക് നമ്മുടെ റീപർച്ചേസിംഗ് ആളുകൾക്ക് അറിയാതെ തന്നെ വരുമാനം വരുന്ന രീതിയിലേക്ക് നമ്മുടെ സിസ്റ്റം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് ആക്റ്റീവായിട്ടുള്ള മിനിമം 5 വ്യക്തികളെങ്കിലും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 5 ഫിംഗർ തിയറിയൊക്കെ നിങ്ങൾക്ക് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവാം. നമ്മുടെ ലെഫ്റ്റിലും റൈറ്റിലും നമ്മളെ പോലെ ആക്റ്റീവായിട്ട് ഓടുന്ന ഒരു 5 വ്യക്തികളെ എന്ന് ക്രിയേറ്റ് ആവുന്നു, അന്ന് മുതൽ നമ്മുടെ മനു സാറിനെ പോലെ അല്ലെ ഡാനി സാറിനെ പോലെ നിരവധി അച്ചീവേഴ്സിനെ പോലെ നമുക്കും മാറാൻ വേണ്ടി കഴിയും. അവർക്ക് റെഗുലറായിട്ട് വരുമാനം ലഭിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ പിന്നിലും ഇതേപോലെയുള്ള അവരുടെ കൂടെയും അങ്ങനെ ചങ്കുറപ്പോടുകൂടി ചങ്കായി നിൽക്കാൻ കഴിയാവുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് ഈ ബിസിനസ്സിൽ അവരെ സക്സസിലേക്ക് നയിച്ചിട്ടുള്ളത്. അങ്ങനെ സക്സസിലേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. ഇന്നത്തെ ഒരു ദിവസം മനോഹരമാക്കി തീർത്തിട്ടുള്ളത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബയോട്ടോറിയം ഒരു നെക്സ്റ്റ് ബ്ലാസ്റ്റിംഗിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരുപാട് ആളുകൾ ഇന്നലത്തെ പ്രസന്റേഷൻ ഇടക്ക് വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട ലീഡറിന് ഒന്ന് കട്ടായി പോയി. കാരണം സാഹചര്യമാണ്, നമ്മുടെ നെറ്റ്വർക്ക് ഇഷ്യൂസ് ആണ്. പക്ഷെ അവരെ എല്ലാ പ്രോഗ്രാമിൽ കയറിയിട്ടുള്ള ആളുകളെ മുഴുവൻ ആളുകളെയും നിങ്ങളൊന്ന് ഡയറക്റ്റ് വിളിച്ചിട്ട് അവർക്ക് ഈ പ്ലാൻ ഒന്ന് വിശദമാക്കി കൊടുക്കണം. പല ആളുകൾക്കും അത് പൂർത്തിയാക്കാൻ കഴിയാത്തതിന്റെ ഒരു പരാതിയുണ്ട്. ആ പരാതിയല്ല, അവരെ പോയിട്ട് നേരിട്ട് പോയി അവർ പറഞ്ഞ് ആ പ്ലാൻ പറഞ്ഞു കൊടുത്തിട്ട് അവരെ ഈ ബിസിനസ് ക്ലോസ് ചെയ്തെടുക്കണം. ഇന്നലെ നല്ല മികച്ച ഒരു പ്രസന്റേഷൻ ആയിരുന്നു. പക്ഷെ സാഹചര്യം കൊണ്ട് അതങ്ങനെ നഷ്ടപ്പെട്ടു പോയതാണ്. നമുക്ക് തൊട്ടടുത്ത BOP-ലൊക്കെ എല്ലാം സൂം പ്ലാറ്റ്ഫോമിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രസന്റേഷൻ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയും. നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ച് കഴിവുള്ള ആളുകളാണ് നിങ്ങൾ. ഓരോരുത്തരും കഴിവുള്ള ആളുകളാണ്. നിങ്ങളുടെ കഴിവിന്റെ ഒരു 10% പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്.
നിങ്ങളുടെ കഴിവിന്റെ 1% പോലും പുറത്തേക്ക് എടുക്കാനായിട്ട് മനസ്സ് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ സക്സസ് ആകുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടി കഴിയും. എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. സാധാരണക്കാരന്റെ സക്സസ് ആക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഇത് നമ്മുടെ ഭിക്ഷക്കാരൻ ഈ സ്വർണ്ണപാത്രം കയ്യിൽ വെച്ചിട്ട് അത് ഭിക്ഷ അന്വേഷിച്ച് നടക്കുന്നത് പോലെ നമ്മൾ പല ആളുകളും പൈസ ഇല്ല, എനിക്ക് പ്രശ്നമാണ്, അവിടെ നിന്ന് കിട്ടുമോ ഇവിടെ നിന്ന് കിട്ടുമോ എന്നൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ആളുകളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കയ്യിലിരിക്കുന്ന ഈ ഒരു സ്വർണ്ണപാത്രം അതിനെ മിനുക്കി കൂടുതൽ ശോഭയുള്ളതാക്കി മാറ്റുക, അതിലൂടെ കോടികൾ വരുമാനം മേടിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. അങ്ങനെ കഴിയട്ടെ. എല്ലാത്തിനും നിങ്ങളോടൊപ്പം തോളോട് തോളും ചേർന്ന് നിൽക്കാൻ നമ്മൾ ഓരോരുത്തരും ഉണ്ട്. ഏത് സമയത്തും ഏത് പാതിരാത്രിയും വൈട്ടോറത്തിന് വേണ്ടി സംസാരിക്കാൻ, വൈട്ടോറത്തിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കാനായിട്ട് ഞാനുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പ് നൽകിക്കൊണ്ട് ഇത്രയും നേരം എന്നെ ശ്രവിച്ച മുഴുവൻ ആളുകളോട് നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം കമന്റുകളിലൂടെയും ഒക്കെ നിങ്ങളുടെ സ്നേഹവും സന്തോഷവും ഒക്കെ പങ്കുവച്ചിട്ടുണ്ട്. എല്ലാവരോടുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു ഓൾ.